بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വളരെ പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമികമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപം, അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട തത്വങ്ങൾ, അതോടൊപ്പം അതിൻ്റെ ചില ഓപ്പർച്യൂണിറ്റീസ്, അതിനെക്കുറിച്ച് ആണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വിഷയം ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ നിലവിലുള്ള നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ള നിക്ഷേപങ്ങൾ ഇസ്ലാമികമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നാളെ ഒരാൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഞാൻ നിക്ഷേപിക്കാൻ പോകുന്നത് ഒരു ഇസ്ലാമികമായ നിക്ഷേപത്തിലാണോ എന്ന് പരിശോധിക്കാൻ അയാളെ പ്രാപ്തനാക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നു. ഒന്ന്, നിലവിൽ പല നിക്ഷേപങ്ങളും ആളുകൾ നടത്തിയിട്ടുണ്ടാവും. ആ നിക്ഷേപങ്ങൾ ഇസ്ലാമികമാണോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നമുക്ക് നമ്മളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും, രണ്ടാമത്തത്, നാളെ നമ്മളൊരു നിക്ഷേപം നടത്തുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എങ്ങനെയായിരിക്കും അത്, ആ നിക്ഷേപം ഇസ്ലാമികമാണോ അല്ലേ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നമ്മളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ ചോദ്യം, അടിസ്ഥാനപരമായി ഇസ്ലാമിൽ ഏതൊരു രംഗത്തും കുറേ നിയമങ്ങളുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ടവന് നിയമങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫിഖ് എന്ന് പറഞ്ഞാൽ അത്തരം നിയമങ്ങൾ നമ്മൾ പഠിക്കുന്ന ആ ഒരു നിയമസംഹിതക്കാണ് നമ്മൾ എന്ത് പറയുക, ഫിഖ് എന്ന് പറയും. അഹ്കാമുകൾ മനസ്സിലാക്കുക. ഫിഖിൽ തന്നെ വ്യത്യസ്ത ഭാഗങ്ങളുണ്ട്, ഇനങ്ങളുണ്ട്. ഒന്ന് ഇബാദത്തുമായി അല്ലെങ്കിൽ ആരാധനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാഗം. അവിടെയാണ് നമ്മൾ നിസ്കാരം, ആ നിസ്കാരത്തിന് ആവശ്യമായിട്ടുള്ള വുദു എടുക്കൽ എങ്ങനെ, ത്വഹാറത്ത് വരുത്തൽ എങ്ങനെ, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഈ കാര്യങ്ങളൊക്കെ ഏതിലാണ് വരിക, ഇബാദത്തിലാണ് വരിക. രണ്ടാമത്തെ ഒരു ഭാഗമാണ് മുആമലാത്ത്, ഇടപാടുകൾ, കരാറുകൾ, സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, ഇതൊക്കെ വരും മുആമലാത്തിൽ. മൂന്നാമത്തെ ഒരു ഭാഗമുണ്ട് ജിനായാത്ത് എന്ന് പറയും, അതായത് ക്രിമിനൽ ലോ, പീനൽ കോഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ടും കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഫിഖിൻ്റെ വലിയൊരു ശാഖയുണ്ട്, അതിനാണ് ജിനായാത്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സിയാസത്തു ശർഇയ്യ അല്ലെങ്കിൽ അഹ്കാം ദുവലിയ, അലാഖാത്ത് ദുവലിയ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഉണ്ടായിരിക്കേണ്ടതായ നയതന്ത്ര ബന്ധങ്ങളെക്കുറിച്ച് ഇസ്ലാമിനെ നിർദ്ദേശിക്കാനുള്ള നിയമ സംഹിതകൾ ഫിഖ്ഹിൽ ഒരുമിച്ച് കൂട്ടിയതിന് അലാഖാത്ത് ദുവലിയ എന്ന് പറയും, അല്ലെങ്കിൽ സിയാസത്ത് ശർഇയ്യ എന്ന് പറയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അതായത് മനുഷ്യ ജീവിതത്തിലെ എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ടും ഇസ്ലാമിന് അവന് കൃത്യമായി ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഗൈഡ് ലൈൻസ് എന്തിന് നമ്മൾ പാലിക്കണം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ലോകത്തേക്ക് വന്നപ്പോൾ ലോകം അവിടെ ഉണ്ട്, നമ്മളാരും ലോകം കൊണ്ടുവന്നിട്ടില്ല. ഒരു മനുഷ്യനും, നിഷേധിയാകട്ടെ വിശ്വാസിയാകട്ടെ, ഒരാളും ഈ ലോകത്തേക്ക്, ഈ ഭൂമിയിലുള്ള അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളെയോ ഈ ലോകത്ത് അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവൻ്റെ ജീവിതത്തിലുള്ള ഓരോ അനുഗ്രഹങ്ങൾ എടുത്തു നോക്കിയാൽ ഇതൊന്നും അവൻ കൊണ്ടുവന്നതല്ല, ഇവിടെ ഉണ്ടായിരുന്നതാണ്. മനുഷ്യരതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു.
അപ്പോൾ ആ സംവിധാനങ്ങളെയും അവനെയും ഒക്കെ സൃഷ്ടിച്ച സൃഷ്ടാവ് ആരാണോ, ആ സൃഷ്ടാവ് അവന് നൽകിയ നിയമങ്ങൾ പാലിക്കാൻ അവന് ബാധ്യസ്ഥനാണ്. ഇവിടെയാണ് നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ഏറ്റവും അടിസ്ഥാനപരമായ ഒരു നിയമം മനസ്സിലാക്കണം. അതാണ് സമ്പത്തിൻ്റെ പരമമായ ഉടമസ്ഥനാരാ? റബ്ബാണ്. നമുക്ക് ആപേക്ഷികമായ ഉടമസ്ഥതയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മളെ കൈകാര്യകർത്താക്കളായി നിയോഗിക്കപ്പെട്ടതാണ്. പരമമായ ഉടമസ്ഥത റബ്ബിനുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒന്ന്, ഈ അടിമകൾക്ക് വേണമെങ്കിൽ അവർക്ക് മോചന കരാറിൽ ഏർപ്പെടാം. അടിമകൾക്ക് മോചന കരാറിൽ ഏർപ്പെടാം. അങ്ങനെ മോചന കരാറിൽ ഏർപ്പെടുന്ന അടിമകൾക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് നൽകിയിട്ട് സഹായിക്കണം. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ആ മോചനദ്രവ്യം നൽകി മോചിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരെ സമ്പത്തിൽ നിന്ന് സഹായിക്കണം എന്ന് പറഞ്ഞെടുത്ത് എന്താ പറഞ്ഞത്? അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അള്ളാഹുവിൻ്റെ ധനത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് നൽകണം. സൃഷ്ടാവ് നിങ്ങൾക്ക് നൽകിയ സൃഷ്ടാവിൻ്റെ ധനത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് നൽകണം. രണ്ടാമത്തത്, നിങ്ങൾ ധനത്തിൽ നിന്ന് ചിലവഴിക്കണം എന്ന് പറഞ്ഞെടുത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിൽ വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീ, അള്ളാഹു നിങ്ങളെ കൈകാര്യകർത്താക്കളാക്കി നിയോഗിച്ചിട്ടുള്ളതായ ധനത്തിൽ നിന്ന്, അഥവാ നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് എന്നല്ല. അപ്പോൾ നമ്മൾ ഫിഖ്ഹിലും മറ്റൊക്കെ നമ്മളുടെ മിൽക്കിയത്ത് അല്ലെങ്കിൽ ഉടമസ്ഥത എന്ന് പറയുന്ന ആപേക്ഷികമാണ്. അതായത് സൃഷ്ടാവ് നമുക്ക് സൃഷ്ടാവിൻ്റെതായ ഈ ഭൂമിയിലുള്ള സമ്പത്തിനെ, ധനത്തിനെ കൈകാര്യകർത്താക്കളായി നമുക്ക് നൽകി. അതാണ് മുസ്തഖ്ലഫി എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എവിടുന്ന് സമ്പാദിക്കുന്നു, ഇത് എവിടെ ഉപയോഗിക്കുന്നു, എവിടെ ചിലവഴിക്കുന്നു, ഇതിനെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞു. എവിടുന്ന് കിട്ടി, ഇതെന്തിനു വേണ്ടി ചിലവഴിക്കുന്നു, എന്തിനുപയോഗിക്കുന്നു, ഇത് നമ്മൾ ആൻസറബിളാണ്. എന്തുകൊണ്ട് ആൻസറബിളായി? ഇത് നമ്മളുടെ പൂർണ്ണമായ ഉടമസ്ഥതയിലുള്ളതാണ്, പടച്ചോൻ്റെ അല്ല എന്നായിരുന്നുവെങ്കിൽ ചോദ്യം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാകുമായിരുന്നില്ല. പക്ഷേ പടച്ച റബ്ബ്, നമ്മൾ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു കയ്യിലൊന്നും ഇല്ലാതെയാണ്, വിവസ്ത്രരായി, വസ്ത്രം പോലും ഇല്ലാതെ മനുഷ്യൻ ഭൂമിയിലേക്ക് പിറന്നു പോകും. ബാക്കിയൊക്കെ ഭൂമിയിൽ വന്നിട്ട് അവന് കിട്ടിയത്. അത് ഭൂമിയിൽ പല ആളുകളുടെ കൈകാര്യകർത്തൃത്വത്തിൽ സമ്പത്ത് എന്ത് ചെയ്യുന്നു? വിനിയോഗിക്കപ്പെടുന്നു. അങ്ങനെ ആളുകൾക്കിടയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കൈമാറ്റം ചെയ്യുന്നു. പക്ഷേ ഈ വസ്തുക്കളോ സമ്പത്തോ ആത്യന്തികമായി അവൻ ഉണ്ടാക്കിയതല്ല എന്നതുകൊണ്ട് തന്നെ സൃഷ്ടാവിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ അവൻ ബാധ്യസ്ഥ. ഇതാണ് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട അടിസ്ഥാനം. ഇതാണ് ഇസ്ലാമികമായ സമ്പദ് വ്യവസ്ഥയും നിയമങ്ങളും മറ്റു ഇതര സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഇവിടെയാണ്. നമ്മളുടെ സമ്പത്തിനെ സമ്പാദിക്കുന്നിടത്തും വിനിയോഗിക്കുന്നിടത്തും നിയമങ്ങൾ പാലിക്കാൻ വിശ്വാസം കൊണ്ട് ബാധ്യസ്ഥരാണ് എന്നുള്ള ബോധമാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ സാമ്പത്തിക ഇടപാടുകളെ നയിക്കുന്നത് എന്നുള്ളത് ആദ്യത്തെ വ്യത്യാസം. അതുകൊണ്ടാണ് തൗഹീദിൽ അധിഷ്ഠിതമായാണ് നമ്മളുടെ എല്ലാ കർമ്മങ്ങളും നിലകൊള്ളുന്നത്. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും ഏകനായ ആ സൃഷ്ടാവ് സൃഷ്ടിച്ചതായ സമ്പത്ത്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഭൂമിയിൽ ഒരുക്കി വെച്ചതായ സഖറലക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ അനവധി സ്ഥലങ്ങളിൽ പറഞ്ഞ ഒരുക്കി വെച്ചതായ ഈ ഒരു സമ്പത്തിനെ, അനുഗ്രഹങ്ങളെ വിനിയോഗിക്കുന്നിടത്ത് ആ സൃഷ്ടാവിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇനി അടിസ്ഥാനപരം ഇസ്ലാം കൊണ്ട് വന്നിട്ട് എല്ലാം നിഷിദ്ധം, ഞാൻ അനുവദിക്കപ്പെട്ടത് ഇങ്ങനെ വേണമെങ്കിൽ കുറച്ചങ്ങ് പറഞ്ഞുതരാം എന്നുള്ളതാണ് ഇസ്ലാം പറഞ്ഞത്. ഒരിക്കലും അല്ല. ആരാധനകളുടെ കാര്യത്തിൽ അടിസ്ഥാന നിയമം എല്ലാം നിഷിദ്ധമാണെന്നുള്ളതാണ്. ഒരു ആരാധന നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു ആരാധന അങ്ങോട്ട് ചെയ്തിട്ട് ഒരാൾ ദോറിസ്കരിച്ച് കഴിഞ്ഞിട്ട് മൂപ്പര് ഒരു പ്രത്യേക രൂപത്തിൽ മൂപ്പര് കുറച്ച് റക്കത്ത് സ്ഥിരമായിട്ട് നിസ്കരിക്കാൻ തുടങ്ങി, എന്നിട്ട് അതിന് തെളിവുണ്ടോ എന്ന് അന്വേഷിക്കല്ല. തെളിവുണ്ടെങ്കിലേ ചെയ്യാൻ തന്നെ പാടുള്ളൂ. അപ്പോൾ ആരാധനകൾ അടിസ്ഥാനപരമായി നിഷിദ്ധമാണ്, തെളിവുണ്ടെങ്കിലല്ലാതെ. എന്നാൽ ക്രയവിക്രയങ്ങളിലും ഇടപാടുകളിലും അടിസ്ഥാനപരമായി അവ അനുവദനീയമാണ്.
ഇന്നത് അനുവദനീയം ഇന്നത് അനുവദനീയം എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അടിസ്ഥാനപരമായി എല്ലാം അനുവദനീയമാണ്. പ്രമാണത്തിൽ വിലക്കപ്പെട്ട കാര്യങ്ങൾ അതിൽ വരുന്നുണ്ടെങ്കിലല്ലാതെ. അപ്പോൾ നമുക്ക് വിലക്കപ്പെട്ട കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ, അത് മനസ്സിലാക്കിയാൽ അത് വരാൻ പാടില്ല. ബാക്കി എന്ത് ചെയ്തു? ഇടപാടുകൾ ചെയ്തു. അപ്പോൾ ഇന്ന ഇടപാട് അനുവദനീയാണോ? ഇപ്പോൾ മുമ്പ് പണ്ട് കാലത്ത് ഓൺലൈനിൽ ട്രേഡിംഗ് ഒന്നും അല്ലെങ്കിൽ ഓൺലൈനിൽ കച്ചവടമില്ലല്ലോ. ഇന്ന് നമ്മൾ പൈസ കൊടുത്ത് ഓൺലൈനിൽ നിന്ന് വസ്തുക്കൾ വാങ്ങുന്നു, ഓർഡർ കൊടുക്കുന്നു, സാധനം വീട്ടിലെത്തുന്നു. ഇത് അനുവദനീയാണോ? അനുവദനീയാണോ എന്ന് ചോദിക്കുക. അതിൽ ഇസ്ലാം വിലക്കിയ നിഷിദ്ധമായ എന്തെങ്കിലും ഒരു കാര്യം വരുന്നുണ്ടോ നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ അത് അനുവദനീയമാണ്. ഇതിൻ്റെ അടിസ്ഥാനം, എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താ? അനുവദനീയാണ് എന്നുള്ളതാണ്. ഇത് ഭക്ഷണ കാര്യത്തിൽ, അതേപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളുടെ കാര്യത്തിലൊക്കെ ഈ രൂപത്തിലാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആട്ടോ. അടിസ്ഥാനപരമായി സാമ്പത്തിക ഇടപാടുകൾ അനുവദനീയം. നിഷിദ്ധമാണ് എന്നൊരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ തെളിവ് ഹാജരാക്കണം. ഇനി ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥ, അതിന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ജസ്റ്റ് സിമ്പിളായിട്ട് പറയാം. ഒന്ന്, എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മാതിരി നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ചില സാമ്പത്തിക അച്ചടക്കങ്ങൾ പാലിക്കാൻ നമ്മളെന്താണ്? ബാധ്യസ്ഥരാണ്. നമുക്ക് മാത്രം നേട്ടം ഉണ്ടായാൽ പോരാ. നമുക്ക് നേട്ടവും സമൂഹത്തിന് കോട്ടമുള്ളൊരു കാര്യമാണെങ്കിൽ എന്തായിരിക്കും? പാടില്ല. അത് ആണ് എത്തിക്സ് എന്ന് പറയും. സാമ്പത്തികമായി പാലിക്കപ്പെടേണ്ട ചില അച്ചടക്കങ്ങൾ ഇസ്ലാം നിർണയിച്ചത്. അതുപോലെ തന്നെ നീതിബോധത്തിൽ അധിഷ്ഠിതമാണ്. അതായത് ഒരു നാട്ടിൽ സാമ്പത്തികമായി ആളുകൾക്കിടയിൽ നീതി വരണം, നീതി പുലർത്തപ്പെടണം. അനീതിക്ക് ഇരയാകപ്പെടുന്നതായ ഒരു കാര്യത്തിനും സാമ്പത്തിക രംഗത്ത് ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല? അനുവാദം നൽകുന്നില്ല. അതേപോലെ തന്നെ സാമ്പത്തിക രംഗത്തെ വളർച്ചയാകട്ടെ, സാമ്പത്തിക രംഗത്തെ ഇടപാടുകളാകട്ടെ, അതിൽ നേട്ടങ്ങൾ പങ്കുവെക്കുന്നത് പോലെ നേട്ടങ്ങൾ പങ്കുവെക്കുന്നവർ നഷ്ടങ്ങളും പങ്കുവെക്കണം. ഒരു അടിസ്ഥാന നിയമമാണ്. നേട്ടം പങ്കുവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഗുൻമു ബിൽ ഗുർം. ഒരു കാര്യത്തിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ പങ്കുവെക്കുന്നുണ്ടെങ്കിൽ അതേ കാര്യത്തിൻ്റെ കോട്ടങ്ങളും പ്രശ്നങ്ങളും പങ്കുവെക്കാൻ നമ്മളെന്താണ്? ബാധ്യസ്ഥരാണ്. ഇത് ഏകദേശം ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇവിടെയാണ് ഇസ്ലാമിൽ സാമ്പത്തിക രംഗത്ത് നമുക്ക് നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് നമ്മളുടെ നിക്ഷേപങ്ങളിലോ നമ്മളുടെ സാമ്പത്തിക ഇടപാടുകളിലോ വരാൻ പാടില്ല. ഏറ്റവും വലുത് ഒന്ന്, പലിശ, ഇൻട്രസ്റ്റ്, അഷറി. ഈ പലിശ എന്ന് പറയുന്നതിനെ വിശുദ്ധ ഖുർആനിൽ ജസ്റ്റ് പലിശനെ നിഷിദ്ധമാക്കിയ കാര്യം പറയുന്നിടത്ത് ബനു ഇസ്രായേൽ പറഞ്ഞു, ദാലിക ബിഅന്നഹും ഖാലു ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ. അതിപ്പോൾ കച്ചവടമാണെങ്കിലും പലിശ ആണെങ്കിലും രണ്ടും ഒരേപോലെ അല്ലേ? ഇപ്പോൾ കുറേ ആൾക്കാരെ ചോദിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണാം. ഒരാൾ വേറൊരാൾക്ക് 10 ലക്ഷം രൂപ കൊടുത്തു, അയാൾ ആ 10 ലക്ഷം രൂപ കൊണ്ട് കച്ചവടം ചെയ്തു, ആ കച്ചവടത്തിൽ ലാഭം ഉണ്ടായി, ആ ലാഭം പങ്കുവെച്ചു. വേറൊരാൾ ഒരാൾക്ക് 10 ലക്ഷം രൂപ കടം കൊടുത്തു, തിരിച്ച് അയാളോട് പറഞ്ഞു, നിങ്ങൾ ഈ 10 ലക്ഷം രൂപ ഞാൻ തരുന്നതിന് നിങ്ങൾ എനിക്ക് ഇത്ര പലിശ തരണം എന്ന് പറഞ്ഞു. അതേപോലെ പലിശ കൊടുത്ത് രണ്ടും ഒരേപോലെ തന്നെ. ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത മറുപടി എന്താ അറിയോ? സിമ്പിൾ മറുപടിയാണ്. അഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടം അല്ലാഹു അനുവദനീയമാക്കി. വഹറമ റിബ, പലിശ എന്താക്കി? നിഷിദ്ധമാക്കി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്താ ഈ കച്ചവടം പലിശയും തമ്മിലുള്ള വ്യത്യാസം? കച്ചവടം പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതൊന്നല്ല. അല്ല 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 കച്ചവടത്തിൽ ഉൽപ്പന്നമുണ്ട്, പലിശയിൽ ഉൽപ്പന്നമില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം അള്ളാഹു പറഞ്ഞില്ലേ, അഹൽ മറ്റേ ലാഭനഷ്ടമൊക്കെ എല്ലായിടത്തും ഉണ്ട്. പലിശയിലാണെങ്കിലും അതിനോട് ബെനിഫിറ്റ്സ് അവർക്ക് ഉണ്ടായി തരും ഒക്കെ പല. പക്ഷെ കച്ചവടത്തിൽ എന്തുണ്ട്? ഉൽപ്പന്നമുണ്ട്. അതായത് വില കൊടുത്തൊരു ഉൽപ്പന്നം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഉൽപ്പന്നം ഉണ്ട് എന്ന് പറഞ്ഞാൽ ചില്ലറ സംഗതിയല്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ആർക്കെങ്കിലും 1 ദിനാറിൻ്റെ നോട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 10 ദിനാറിൻ്റെ നോട്ട്,
ഓക്കെ 20K നോട്ട് ഇത് വെച്ചിട്ട് നമുക്ക് പറയാം. ലോകത്തുള്ള മുഴുവൻ കറൻസിയും ഈ ഒരു 20 നമ്മൾ ജസ്റ്റ് വിചാരിക്കുക, ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ടാണ്. മുഴുവൻ കറൻസി അല്ലെങ്കിൽ കുവൈത്തിലുള്ള മൊത്തം കറൻസി ഒരു 20 ദിനാറേ ഉള്ളൂ കുവൈത്തിലാകെ, വേറെ ആരുടെ കയ്യിലും പൈസ ഇല്ല. ഓക്കെ, ഈ ഒരു 20 ദിനാർ ഉൽപ്പന്നമായി ഇവിടെ ആകെ ഈ ഒരു പോയിന്റർ, ഈ ഒരു റിമോട്ട് ഇതാണ് ഉള്ളത് എന്ന് വിചാരിക്കുക. എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ ഇവിടെ വെച്ചു, എല്ലാ കറൻസിയും നമ്മൾ ഇവിടെ വെച്ചു. ഇവിടെ ഈ ഒരു റിമോട്ടിൻ്റെ വില 20 ദിനാറാണ് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ഈ ഒരു 20 ദിനാറിൻ്റെ വാല്യൂ ഈ ഒരു റിമോട്ടും, ഈ ഒരു റിമോട്ടിൻ്റെ വാല്യൂ 20 ദിനാറും അല്ലേ. ഒന്ന് ഇതാണ് കച്ചവടത്തിൽ സംഭവിക്കുന്നത്. ഒരു ഉൽപ്പന്നം ഉണ്ടാവും, ഒരു കറൻസി ഉണ്ടാവും. ഇതേ സ്ഥാനത്ത് ഒരു 10-20 നോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. റിമോട്ട് ഒന്ന് തന്നെ ഉള്ളൂ. എന്താ സംഭവിക്കുക? ആ നോട്ടുകളുടെ വില കുറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന 20ൻ്റെ 10-1 വാല്യൂ എന്തിനുണ്ടാവുള്ളൂ? പിന്നെ ഇവിടെ വന്ന് ഓരോ നോട്ടുണ്ടാവുള്ളൂ. ഒന്നുകൂടെ പറയാം, ഈ ഒരു നോട്ട് ഈ റിമോട്ടിന് തുല്യാന്ന് വിചാരിക്കാം വിലയിൽ. ഈ ഒരു നോട്ട് കൊടുത്ത് ഈ റിമോട്ട് കിട്ടും. ഇത് ഉൽപ്പന്നം, ഇത് കറൻസി. ഇതേ സ്ഥാനത്ത് ഈ റിമോട്ട് ഒന്ന് തന്നെ ഉള്ളൂ, പുതിയ റിമോട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നോട്ട് നമ്മൾ ഒരു 9 കൂടി അച്ചടിച്ചപ്പോൾ ഇവിടെ ടോട്ടൽ 10 നോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. നിലവിൽ ഉള്ള ആ നോട്ടിന് നേരത്തെ ഉണ്ടായിരുന്ന നോട്ടിൻ്റെ 10-1 വിലയേ ഉണ്ടാവുള്ളൂ. 2 ദിനാറിന് വില ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 1 ദിനാറിന് വില ഉണ്ടാവുള്ളൂ എന്നർത്ഥം. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ 20 നോട്ടായതുകൊണ്ട് 2 ദിനാറിന് വില ഉണ്ടാവുള്ളൂ, 10-1 പറയും. അപ്പം ഇതെങ്ങനെ 20 ദിനാറിന് 2 ദിനാറിലേക്ക് മാറിയത്? ഉൽപ്പന്നം, അതിൻ്റെ ഉൽപാദനം കുറയുന്തോറും ഇതിൻ്റെ വില എന്ത് ചെയ്യും? കുറയും. കാരണം ഇത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, പലിശയിൽ 20 ദിനാർ ഇപ്പുറത്ത് എന്താ ഉള്ളത്? 22 ദിനാർ കൂട്ടിക്കോളി. ഈ ക്യാഷിന് പകരമായിട്ട് എന്ത് ചെയ്യാണ്? ട്രേഡ് ചെയ്യാണ്. സത്യത്തിൽ എക്കണോമിക്സിൽ ഇതൊരു ഉൽപ്പന്നമല്ല. ഇതിന് 3 കാര്യങ്ങളാണ് എക്കണോമിക്സിൽ ഒരു കറൻസിക്ക് അല്ലെങ്കിൽ ഒരു നാണയം കറൻസിക്ക് പറയപ്പെടുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് യൂണിറ്റ് ഓഫ് കൗണ്ട്, എണ്ണത്തിന് ഉപയോഗിക്കുന്ന വസ്തു. സ്റ്റോർ ഓഫ് വാല്യൂ, നമ്മളുടെ വിയർപ്പിൻ്റെ മൂല്യം നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഇതിലാണ്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, ആളുകൾക്ക് പരസ്പരം കൈമാറ്റത്തിനുള്ള ഉപാധി. ഇതൊരു പ്രൊഡക്റ്റ് അല്ല. പലിശയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പലിശയിൽ ഇവിടെ ഉൽപ്പന്നം വേണമെന്നില്ല. ഉൽപ്പന്നം ഇല്ലാതെ തന്നെ ഇവിടെ ഇതുണ്ടാവും. സ്വാഭാവികമായിട്ടും അവിടെ പണപ്പെരുപ്പം എന്ന് പറഞ്ഞൊരു സംഗതി ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. കാരണം പലിശ നമ്മളുടെ ഇൻഡസ്ട്രീനെ എങ്ങനെ കില്ല് ചെയ്യും. ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. നമ്മളിപ്പം ഈ ഇസ്ലാമിക് സംവിധാനമൊക്കെ നമ്മൾ കുറച്ച് നേരത്തേക്ക് മാറ്റിയേക്കുക. നമുക്കൊരു അരി, കർഷകരിൽ നിന്ന് നെല്ലെടുത്ത് അതിനെ അരിയാക്കി ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു ചെറിയൊരു ഫാക്ടറി തുടങ്ങണം, ഒരു അരിമില്ല്. ആ അരിമില്ലിന് നമുക്ക് വേണ്ടത് ഒരു 50 ലക്ഷം രൂപയാണ്. അപ്പം നമ്മൾ സാധാരണ നിലക്ക് നമ്മൾ ഇസ്ലാമികമായിട്ട് ഒരാളെടുത്ത് പോയിട്ട് അരിമില്ല് തുടങ്ങാൻ വേണ്ടിയിട്ട് 50 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുകയാണെങ്കിൽ അത് നഷ്ടമായാലും അയാൾ നഷ്ടം സഹിക്കേണ്ടി വരും. ലാഭമായാലും അയാൾക്ക് എത്രയാണോ ലാഭത്തിൻ്റെ പ്രൊപ്പോർഷൻ എഗ്രി ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ലാഭം അയാൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഉൽപ്പാദനം ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തുള്ളൂ? വരുമാനമുള്ളൂ. ഉൽപ്പാദനം ഇല്ലെങ്കിൽ അയാൾക്ക് കിട്ടൂല. അപ്പോൾ ഉൽപ്പാദനം ഉണ്ടാവില്ല. ഇവിടെ എന്താണ്? അനിവാര്യമാണ്. എങ്കിലേ ഇൻവെസ്റ്റർ വരുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പം ഞാൻ ഈ ഇസ്ലാമിക് സംവിധാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് വന്ന്, അപ്പം നിങ്ങളോട് ബാങ്ക് പറയാണ്, വെറുതെ അയാൾക്ക് കൊടുത്താണ്ട് നിങ്ങൾ ആ പൈസ കളയണ്ട, നിങ്ങൾ ബാങ്കിലിട്ടോ. ഞാൻ 4%, 6%, 8% എത്രയൊക്കെ വേണ്ടത് നിങ്ങൾ ഇടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് തരാം? പലിശ തരാം. ഈ നിയമങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ കുറച്ച് നേരത്തേക്കൊന്ന് ചിന്തിക്കുക. നമ്മൾ ഏതാ ചൂസ് ചെയ്യുക? നമ്മൾ ഇയാൾക്ക് ഈ ഫാക്ടറി തുടങ്ങാൻ വേണ്ടി പൈസ കൊടുക്കുക, അല്ല നമ്മുടെ ബാങ്ക് കൊണ്ടുപോയിട്ടിടുമോ? സ്വാഭാവികമായിട്ട് ആൾക്കാർ എവിടെ കൊണ്ടുപോയിടുക? ബാങ്കിൽ കൊണ്ടുപോയിട്ടിടും. കാരണം ബാങ്കിലിട്ടാൽ ഇത്ര എന്തായാലും അവർ തരും എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ കുറേ ആൾക്കാരുടെ അടുത്ത് നടന്ന് ആരും എനിക്ക് പൈസ തരുന്നില്ല. അവസാനം ഞാനെവിടെ പോകണം? ഞാൻ ബാങ്കിൽ പോകണം. ഞാൻ ബാങ്കിൽ പോയാൽ എന്താ സംഭവിക്കുക?
നിങ്ങൾക്ക് തരാനുള്ളതും അതിൻ്റെ പുറമെയും ബാങ്ക് എൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന രൂപത്തിൽ ബാങ്ക് എനിക്ക് തരുള്ളൂ. കാരണം ബാങ്ക് നിങ്ങൾക്ക് തരണ്ടേ, വെറുതെ എനിക്ക് തരുമോ? ഇല്ല. അപ്പോൾ ബാങ്ക് അവിടെ പലിശയും അതിൻ്റെ കൂട്ടുപലിശയും കാര്യങ്ങളൊക്കെ കോൺട്രാക്റ്റ് എഴുതിയിട്ട് എനിക്ക് തരുള്ളൂ. ഞാനത് കൊണ്ടുവന്ന് ഇവിടെ നടക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും അർത്ഥത്തിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ച ബാങ്കിന് സന്തോഷമായി. എന്താ സന്തോഷം? കൂട്ടുപലിശയും കൂടി ഈടാക്കാം. അപ്പം ഞാൻ പറയുന്നത് വലിയ രൂപത്തിൽ എത്രത്തോളം ഉൽപാദനത്തെ പിറകോട്ട് പിടിച്ച് വലിക്കുമോ അത്രത്തോളം പലിശ ഉൽപാദനത്തെ പിറകോട്ട് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് എനിക്കതിൽ കുറേ സ്ലൈഡ്സ് ശരിക്കും നമ്മളുടെ നാട്ടിലെ സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് പത്രത്തിൽ നിന്ന് എടുത്ത് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇത് പ്രൂവ് ചെയ്യുന്ന കാര്യം കാണിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് സമയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. അപ്പോൾ പലിശ സാമ്പത്തിക വ്യവസ്ഥിതിയെ എങ്ങനെ തകർക്കുന്നു എന്നുള്ള ഒരുപാട് എക്കണോമിസ്റ്റുകൾ പഠനം നടത്തിയിട്ടുള്ള ഒരു വിഷയമാണ്. പലിശ ഇസ്ലാം നിരോധിച്ചു. രണ്ടാമത്തത് ഖറർ എന്നുള്ളത്. ഖറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു കിട്ടും, ഒന്നുകിൽ വിലയെക്കുറിച്ചോ അല്ലെങ്കിൽ വസ്തുവിനെ കുറിച്ചോ കൃത്യമായ ധാരണയില്ലാത്ത അവസ്ഥ. ഉദാഹരണത്തിന് ഒരാളിന്ന് അയാൾ പറയാണ്, എൻ്റെ പോക്കറ്റിലൊരു സാധനമുണ്ട്, നല്ല വിലയുള്ള സാധനമാണ്, ഞാൻ വേണമെങ്കിൽ 10,000 തരാം. എന്താ സാധനം? വാങ്ങണമൊക്കെ അറിയില്ല. എന്തോന്നുണ്ട്, കിട്ടും, വസ്തുണ്ട്, കിട്ടും, പക്ഷെ അത് ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ വില ഉണ്ടാവും, ചിലപ്പോൾ വില ഉണ്ടാവില്ല. എന്താ ചെയ്യുക? നമുക്ക് പറ്റുമോ? പറ്റൂല. ഇതിനാണ് ഖറർ എന്ന് പറയുന്നത്. അപ്പോൾ ഖറർ എന്ന് പറഞ്ഞാൽ സാധനത്തെക്കുറിച്ച് നമുക്ക് ഐഡിയ ഇല്ല, പക്ഷെ സാധനം ഉണ്ട്. ഒരു വസ്തുവിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നതിന് ആവശ്യമായ ഇൻഫർമേഷൻസ് ഇല്ലാതെ നമ്മളൊരു വസ്തു വാങ്ങിക്കുന്ന സാഹചര്യം, ഇതിനാണ് ഖറർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു സംഗതി മൈസിർ. അപ്പോൾ അത് നമുക്ക് അനുവദനീയമല്ല. രണ്ടാമത്തെ സംഗതിയാണ് മൈസിർ. മൈസിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാധനം കിട്ടുമോ കിട്ടൂല തന്നെ ഉറപ്പില്ല. ലക്ക്, അതായത് നമ്മൾ പൈസ കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വില കൊടുക്കുന്നു, അതിന് പകരമായി ഒരു ഭാഗ്യ പരീക്ഷണത്തിൽ നമുക്ക് ഏർപ്പെടാം. അതുവഴി ചിലപ്പോൾ നമുക്ക് കിട്ടും, ചിലപ്പോൾ കിട്ടില്ല, വേറെ ആർക്കെയും കിട്ടും. ചൂതാട്ടം, ലോട്ടറി, ഇതൊക്കെ ഇതിൽ വരുന്ന കാര്യം. മൈസിർ, ഇതുമായി ബന്ധപ്പെട്ട കാര്യം. ഇതൊക്കെ ഒരുപാട് ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ ഒരുപാട് വരുന്ന സംഗതി കേട്ടോ. അതായത് ഇന്നിപ്പം നാട്ടിലൊക്കെ ചില പ്രൊഡക്റ്റുകളൊക്കെ വിറ്റ് പോകാൻ വേണ്ടിയിട്ട് ആ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ഒരു ചെറിയ അത് എന്താണെന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കലായിരുന്നു അടിസ്ഥാനപരമായ ഉദ്ദേശം എന്ന് വെച്ചാൽ വലിയ വിഷയമല്ലായിരുന്നു. പക്ഷെ എന്താ, ഇപ്പോൾ പ്രൊഡക്റ്റിനേക്കാളും വലിയ വിഷയം അതിൻ്റെ സമ്മാനം ആ നറുക്കെടുപ്പായി മാറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ പെരയിൽ ചായപ്പൊടി ഉണ്ടെങ്കിലും ചായപ്പൊടി പോയിട്ട് വാങ്ങുകയാണ്. എന്തിന്? നറുക്കെടുപ്പ് ഇട്ടാൽ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ മൈസീർ എന്ന് പറഞ്ഞ സംഗതി ഇതുപോലുള്ള സംഗതിയാണ്. പിന്നെ ഹറാമായ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്കറിയാം, നിഷിദ്ധമായൊരു സാധനത്തിൻ്റെ കച്ചവടമാണ്, അതിൽ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക ഹറാമായി. നമുക്ക് പാടില്ല, ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു സംഗതി നമുക്ക് വിൽക്കാനും പാടില്ല. അതൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ ഹറമ അലാ ഖൗമിൻ ഷൈഅൻ ഹറമ തമനഹു. അല്ലാഹു നിങ്ങൾക്കൊരു കാര്യം നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിലയും എന്താണ്? നിഷിദ്ധമാണ്. നമുക്കൊരു കാര്യം ഉപയോഗിക്കൽ പാടില്ലെങ്കിൽ പിന്നെ കച്ചവടം ചെയ്യാൻ പറ്റില്ല. ഞാൻ സിഗരറ്റ് വലിക്കില്ല, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഞാൻ വിൽക്കാനും പറ്റില്ല. ഇത് സിമ്പിളാണ്. അപ്പോൾ ശൈത്താൻ വരും, അതിപ്പോൾ സിഗരറ്റ് വിറ്റില്ലെങ്കിൽ ബക്കാലയിൽ കച്ചവടം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളെ മൊത്തം ഹലാലായിട്ട് നമ്മൾ കച്ചവടം ചെയ്യുന്നത് അതിലൊരു കുറച്ചൊരു ഹറാമ് കലർത്തിയിട്ട്, ഹറാം എന്ന് പറഞ്ഞാൽ പോയിസൺ കലക്കണ മാതിരിയാണ്. പിന്നെ നമ്മളത് മൊത്തം നമ്മളെ അത് ബർക്കത്തില്ലാത്താക്കിയിട്ട് നമ്മൾ ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതേപോലെ പല സംഗതികളും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ. മൻ തറക ലില്ലാഹി ഷൈഅൻ അബ്ദലഹുല്ലാഹു ഖൈറൻ മിൻ. നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം നിങ്ങൾ ഒഴിവാക്കി നിങ്ങൾ തയ്യാറാണോ? പടച്ചോ അതിനേക്കാളും നല്ല നിങ്ങൾക്ക് തരും. അത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കാണ്. ആ വിശ്വാസം നിങ്ങൾക്കുണ്ട്, തീർച്ചയായും നിങ്ങളുടെ സംരംഭം വിജയിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ക്ഷീണം നിങ്ങൾക്ക് വരില്ല. നിഷിദ്ധമായൊരു കാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ കുറേ നമ്മൾ ഉണ്ടാക്കി, ഒരു ചെറിയൊരു അസുഖം പോരെ ആ ഉണ്ടാക്കിയതും അതിൻ്റെ അപ്പുറം പോവാൻ. അപ്പോൾ അതുകൊണ്ട് ആ വേ ഓഫ് തിങ്കിങ് നമ്മൾ ഒരു ഇസ്ലാമികമായി സാമ്പത്തിക രംഗത്ത് നമുക്ക് ചെയ്യാനും
വളരാനും ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിഷിദ്ധമായൊരു കാര്യം അത് ഞാൻ ചെയ്യൂല എന്ന് ആദ്യം ഒരു ദൃഢനിശ്ചയത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണം. അപ്പോഴേ നമുക്ക് മറ്റു വഴികൾ കാണുള്ളൂ. മറ്റേത് അത് നമുക്ക് ചെയ്യാം, വഴി കിട്ടുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ച ഒരു വഴി ഉണ്ടാവില്ല. അത് നിങ്ങൾ ജീവിതകാലം മൊത്തം ചെയ്യും വേണ്ടി വരും. ഇനി അതുപോലെ തന്നെ അനിവാര്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കച്ചവട സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കരാറുകൾ ലംഘിക്കരുത്. കരാറുകൾ ലംഘിക്കരുത്. ചില ആൾക്കാരുണ്ട്, ഓൾക്ക് ആകെ പണി എന്താ കടം വാങ്ങല. അപ്പം ഇവിടുന്ന് വാങ്ങും അവിടുന്ന് വാങ്ങും, പിന്നെ അടുത്ത ആഴ്ച അവൻ്റെ ഫോൺ നമ്പർ മാറിയിട്ടുണ്ടാവും, ഫോൺ ചെയ്താൽ കിട്ടില്ല. ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. അങ്ങനെ ആളുകളുടെ ധനം അപഹരിക്കാനായി കടം വാങ്ങുന്ന മനുഷ്യൻ അത്ലഫഹുള്ള, അവൻ നശിച്ച് നാരായണക്കല്ലെടുക്കും അല്ലേ, അങ്ങനെ പ്രയോഗം, നമ്മൾ നശിച്ച് നാരായണക്കല്ലെടുക്കും. അങ്ങനത്തെ അവസ്ഥയ്ക്ക് അവൻ എത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ മറിച്ച് ഒരാൾ അത്യാവശ്യം ഉണ്ടായി, കടം വാങ്ങാൻ പറ്റില്ല, കടം വാങ്ങാം. അയാൾ കടം വാങ്ങുമ്പോൾ തന്നെ ഇത് തിരിച്ചു കൊടുക്കണമെന്നുള്ള ദൃഢനിശ്ചയമുണ്ടെങ്കിൽ അദ്ദല്ലാഹു അൻഹു ഔ അർളാ ഗരീമഹു, അവന് വേണ്ടി പടച്ചവൻ അത് വീട്ടും. അത് വീട്ടാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പടച്ചവൻ ഏറ്റെടുത്ത കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാമ്പത്തിക രംഗത്ത് മനസ്സിലാക്കണം. ഈ മാത്രമല്ല, നമ്മൾ കരാറുകൾ, വാക്കുകൾ അത് നമ്മൾ പാലിക്കണം. പാലിക്കാൻ കഴിയുന്ന വാക്കേ പറയാവൂ. അപ്പം കാര്യം നടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാക്ക് കൊടുക്കും. മൂപ്പര് 3 മാസമായിട്ട് നഷ്ടത്തിലാണ് കച്ചവടത്തിൽ. പക്ഷേ മൂപ്പർക്ക് ഇങ്ങനെ തോന്നണം, ഇപ്പോൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയാൽ ഇതൊന്ന് റെഡിയാക്കാം. അപ്പോൾ മൂപ്പര് പോയിട്ട് മറ്റുള്ള പറഞ്ഞു, നല്ല ഉഷാറാണ് കച്ചവടം, നല്ല സെറ്റപ്പാണ്. അപ്പോൾ ആദ്യം ഇവിടെ കച്ചവടം പ്രയാസത്തിൽ കിടക്കാം. അപ്പോൾ എന്താ ശരിക്കും അയാൾ ചെയ്യേണ്ടത്? ഒരാളോട് പോയി, എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കച്ചവടം, ആ കച്ചവടത്തിന് ഇത്ര സാധ്യതകളുണ്ട്, പക്ഷേ ഇങ്ങനെ ചില കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ കച്ചവടം ഇപ്പം കുറച്ച് പ്രയാസം, പക്ഷേ ഇങ്ങനെ ചെയ്താൽ ആ കച്ചവടം ഒന്ന് നന്നാവാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്കൊന്ന് എൻ്റെ കൂടെ ഒന്ന് തരാൻ പറ്റും. അപ്പം എന്താ, ഈ കയറുന്ന ആക്കും അറിയാം ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അയാൾ സത്യം പറഞ്ഞു, അതിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സുധ, ഇയാൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിലോ ഇയാളോട് നുണ പറഞ്ഞ് അടുത്ത മാസം അല്ലെങ്കിൽ പിറ്റത്തെ മാസം മൂപ്പര് കണക്ക് വയ്ക്കും, കള്ളക്കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഇങ്ങനെ കടം പെരുക്കുന്നതിൽ നിന്ന് ശരണം തേടിക്കൊണ്ടേ ഇരുന്നപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചു, ഇത്രമാത്രം കടത്തുനിന്ന് ശരണം തേടാനുള്ള കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നർ റജുല ഇദാ ഗരിം ഹദ്ദത ഫകദബ് വഅദ ഫഅഖ്ലഫ്. ഒരു മനുഷ്യൻ്റെ കടം വർദ്ധിച്ചാൽ അവൻ നാവെടുത്താൽ കളവേ പറയും. ഹദ്ദത ഫകദബ്, കരാർ ചെയ്താൽ അവൻ ലംഘിക്കും. ശരിയല്ലേ? വിചാരിച്ചിട്ടാവില്ല. പക്ഷെ ഒരു മനുഷ്യൻ എന്ത് പറയും, നാളെ തരാം, മറ്റന്നാളെ തരാം, അതാ ഈ മാസം തരാം, പിറ്റത്തെ മാസം തരാം, അവസാനം ഫോളോ ഓഫ് ആക്കും. ഇതാണല്ലോ അതിൻ്റെ ഫൈനൽ റിസൾട്ട്. ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം മനസ്സിലാക്കി നമ്മൾ കൊടുക്കുന്ന ഇല്ലെങ്കിൽ ഉള്ള കാര്യം പറയും. ഇപ്പോൾ ഒരാൾക്ക് ഒരു 50,000 വേണം, അല്ലെങ്കിൽ 100,000 വേണം, അല്ലെങ്കിൽ ഒരു 500,000 വേണം. അയാൾ ഒരാളെടുത്ത് ചെന്നിട്ട് എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്കിത് തിരിച്ചു തരാൻ പറ്റുമോ എന്നുള്ള അറിയില്ല, പക്ഷെ ഞാൻ പരമാവധി ശ്രമിക്കും, പക്ഷെ നിങ്ങൾക്കൊന്ന് എന്നെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരാൾ ഞാൻ ഇൻ കേസ് സഹായിക്കുകയാണെങ്കിൽ അയാൾ എന്തായിരിക്കും, ഇൻഷാ അല്ലാഹ് എനിക്ക് തരാൻ പറ്റുകയാണെങ്കിൽ നീ തന്നാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിൻ്റെ പ്രയാസം നീങ്ങട്ടെ എന്നൊരു പക്ഷെ ഒരാൾ പറയുന്ന അങ്ങനെയുള്ള സാഹചര്യം ആൾക്കാരെയും അവിടെ കിട്ടും, പടച്ചോൻ വഴി തുറന്നു തരും. ഇതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം. അതിലെന്താ അറിയോ, ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളുടെ അവസ്ഥ അറിയാതിരിക്കാൻ വേണ്ടി പല ആൾക്കാരും അതാ, ദുരഭിമാനം ഇതിനേക്കാൾ വലുതല്ല. അതായത് കടത്തിൻ്റെ ഭീകരതയാണ് ഈ അഭിമാനത്തെക്കാളൊക്കെ വലുത്. അപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ കണ്ടീഷൻസിൽ നമ്മൾ ഒരിക്കലും ഒരു കച്ചവടത്തിലും അല്ലാത്ത ആൾക്കും എവിടെയും നമ്മൾ ഉള്ളത് പോലെ പറയാം എന്നുള്ളത് വളരെ അനിവാര്യമാണ്. അതേപോലെ തന്നെ ഹൈ റിസ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് എന്ന് പറയും, ഖിമാർ, ഹൈ റിസ്ക്കാണ്. പണം നഷ്ടപ്പെടാനുള്ള സാധ്യത ഭയങ്കരമാണ്. ഇത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടമാണ്. ഇതന്നെയാണ് ഖിമാർ എന്ന് നമ്മൾ പറയാം. ഒരു ചൂതാട്ടത്തിൻ്റെ ഒരു വകഭേദം എന്ന് പറയും, ഹൈലി സ്പെക്കുലേറ്റീവ് അല്ലെങ്കിൽ ഹൈ റിസ്ക് ഉള്ളൊരു സംഗതി. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും അതിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ റിസ്ക് റേഷ്യോ നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം. ഒരു സംഗതിൻ്റെ റിസ്ക് റേഷ്യോ എത്രയാണ് എന്ന് നമ്മൾ പരിശോധിക്കുക വളരെ അനിവാര്യമാണ്. അതേപോലെ തന്നെ ചീറ്റിംഗ്, റിഷ്,
ഒരു കച്ചവടമാകട്ടെ, ഒരു ഇടപാടാവട്ടെ, അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരാളെ പറ്റിക്കാൻ പാടില്ല, ചീറ്റ് ചെയ്യാൻ പാടില്ല. അറിയുന്ന കാര്യങ്ങൾ സുതാര്യമായി സത്യസന്ധമായിട്ടായിരിക്കണം എന്ത് ഇടപാടുകൾ. ഇത് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും മറ്റൊക്കെ. ഇവിടെയാണ് നമുക്ക് ഇസ്ലാമിക് ഇൻവെസ്റ്റ്മെൻറ്റ്സും ബാക്കിയുള്ള കൺവെൻഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന്, പലിശൻ്റെ കാര്യം ഇസ്ലാമികമായിട്ടുള്ളതിൽ അത് നിഷിദ്ധമാണ്, ബാക്കിയുള്ളതിൽ അതെന്താണ്? പലിശ അവർക്കൊരു വിഷയമേ അല്ല. റിസ്ക് ഷെയറിങ് ഇവിടെ നിർബന്ധമാണ്. ഇവിടെ വേണമെങ്കിൽ ആകാം, അല്ലെങ്കിൽ ആയില്ലെങ്കിൽ ഒരു പ്രശ്നമൊന്നുമില്ല. അതേപോലെ തന്നെ എത്തിക്കൽ ഫോക്കസ്, അതായത് സാമൂഹികമായി ഇതിൻ്റെ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്. അതേപോലെ തന്നെ ഞാൻ നന്നാകാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ ചില ബിസിനസ് ക്ലാസ്സുകളിലൊക്കെ ആദ്യം എന്താ, കോമ്പറ്റീറ്റേഴ്സിന് എന്ത് ചെയ്യാം? തകർക്കാം. എന്തിനു വേണ്ടിയിട്ട്? എനിക്ക് വിജയിക്കാൻ വേണ്ടി. അപ്പോഴേ നിങ്ങൾ വിജയിക്കുന്നൊക്കെ മോട്ടിവേഷണൽ ക്ലാസ്സുകൾ. ഒരിക്കലുമല്ല. ഞാനും വിജയിക്കണം, എൻ്റെ സഹോദരനും വിജയിക്കണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ലാ തബിഅ അലാ ബൈഇ അഖീക്. തൻ്റെ സഹോദരൻ ഒരു കച്ചവടം, ഒരു നാട്ടിൽ ഒരു കച്ചവടത്തിന് ഒരു സ്കോപ്പേ ഉള്ളൂ. ഒരു നാട്ടിൽ ഒരു കച്ചവടത്തിന് ഒരു സ്കോപ്പേ ഉള്ളൂ. ഒരു ഗ്രാമമാണ്, ആ ഗ്രാമത്തിലുള്ള ആ കച്ചവടമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ വിൽക്കാൻ ഒരു കട അവിടെ ധാരാളം. അപ്പോൾ വേറൊരാൾ പോയിട്ട് അതേ സ്ഥലത്ത് അതേപോലെ ഒരു കട കൂടി ഇട്ട്, കാരണം മൂപ്പർക്ക് ആ കടയെ അറിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് മൂപ്പർ പോയിട്ട് അതിട്ട് എന്താ സംഭവിക്കുക? രണ്ടാളും പരാജയപ്പെടും. ഇവിടെയാണ് ഞാനും വിജയിക്കണം, എൻ്റെ സഹോദരനും വിജയിക്കണം എന്നുള്ളതായിരിക്കണം നമ്മളെ മോട്ടീവ് ഏതൊരിതിലും. ഇത് തിരിച്ചു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളും ഇൻവെസ്റ്റ്മെൻ്റ് എടുക്കുന്ന ആളും ഇതേപോലെ എൻ്റെ പണം നഷ്ടപ്പെടരുത്, എൻ്റെ സഹോദരൻ്റെ പണവും നഷ്ടപ്പെടരുത്. മറ്റത് നാട്ടുകാരെ പൈസ മൊത്തം മൂപ്പരെടുത്തിട്ട് ഒരു അമാനത്തുമില്ലാതെ തോന്നിയ പോലെ യാതൊരു കൺട്രോളും ഇല്ലാതെ പല സ്ഥലത്തും അവിടെ ഇവിടെ അതും ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് അവസാനം ഒന്നുമില്ല, കൈമലർത്തി ആൾക്കാരൊക്കെ പെരയിൽ വന്ന് കുറേ അച്ചറുണ്ടാക്കി, പിന്നെ കുറേ കഴിയുമ്പോൾ ആൾക്കാർ വിരിഞ്ഞു പോകും. പക്ഷെ എന്നും അവർ ശപിച്ചുകൊണ്ടിരിക്കും ഈ മനുഷ്യനെ, എന്നും അവർ ഈ മനുഷ്യനെ ശപിച്ചുകൊണ്ടിരിക്കും. ഇത് ചില്ലറ കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വഴിയിലൊക്കെ മലമൂത്ര വിസർജനം ചെയ്യുന്ന 3 ആൾക്കാരുടെ ശാപം ചെയ്യണമെന്ന് പറഞ്ഞു, ജനങ്ങളുടെ ശാപം. അപ്പോൾ വഴിയിലൊക്കെ മലമൂത്ര വിസർജനം ചെയ്യുന്ന ആളെ എന്താ ആൾക്കാർ ശപിക്കാനുള്ള കാരണം ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാണ്. ഇതുപോലെ സമൂഹത്തിൽ സാമ്പത്തികമായ ക്രമക്കേടുകളും പറ്റിക്കുന്ന പരിപാടികൾ നടത്തുന്ന ആൾക്കാർ മുഴുവൻ ആൾക്കാരും അത് കാണുമ്പോൾ എന്ത് ചെയ്യും? ശപിക്കും, ശപിച്ചുകൊണ്ടിരിക്കുന്നതായി. അപ്പോൾ ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും. ഇനി ഇസ്ലാമിക് ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ ഇസ്ലാമികമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒന്നെന്താ വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഇസ്ലാമികമായ ഒരു നല്ല ഒരു സംരംഭത്തിന് നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ അതിൽ താല്പര്യപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊരു നല്ല ഘടകമാണ്. അപ്പോൾ നമുക്ക് അതേ പോലെ ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന ആളുകളെ കണ്ടെത്തൽ എന്താണ് നമുക്ക് എളുപ്പമാണ്. പക്ഷേ അതിൽ നമുക്ക് ഇസ്ലാമികമായി ചെയ്യാവൂ എന്ന് ദൃഢനിശ്ചയം എടുക്കാൻ നമുക്ക് സാധിക്കണം. 2, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലാവട്ടെ, ഏഷ്യ, ആഫ്രിക്ക, അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ ഇസ്ലാമിക് ഫിനാൻസ്, ഇസ്ലാമിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ കൺസെപ്റ്റ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ നാട്ടിലും അവർക്ക് ലഭ്യമായ നിയമപരമായ മേഖലയിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇന്ന് വളർന്നു വരുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. അതേപോലെ തന്നെ ഇസ്ലാമിക് ഫിൻടെക് സൊല്യൂഷൻ, അതായത് ഫിനാൻസ് ചെയ്യുന്ന സൊല്യൂഷൻസും അതേപോലെ തന്നെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് അത്തരം സേവനങ്ങൾ ലഭ്യമാകുന്ന സൊല്യൂഷൻസൊക്കെ നമുക്ക് വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ ആ രൂപത്തിൽ ചിന്തിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സർവീസുകൾ വരുന്ന. ഇപ്പോൾ റഹ്ബാറുകൾ കേട്ടിട്ടുണ്ടാവും, അതിലുള്ള ഒന്നാണ്. ഇപ്പോൾ കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അസറ്റിഫൈ കേട്ടിട്ടുണ്ടാവും. പിന്നെ അതൊക്കെ ആ രൂപത്തിലുള്ള സംഗതികളാണ്. അപ്പോൾ ഇതിൽ അവർക്ക് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. റഹ്ബാർ, അസറ്റിഫൈ, ഇതിലൊക്കെ അസറ്റിഫൈൻ്റെ കുറച്ചും കൂടെ എനിക്ക് ആധികാരികമായി പറയാൻ പറ്റും, കാരണം അതിൻ്റെ ശരിയായ ഓഡിറ്റിങ് ഞാനാണ് ചെയ്യുന്നത്. റഹ്ബാറും ഏകദേശം അവർ ആ മോട്ടീവുള്ള ആൾക്കാരാണ്. ഇനി അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട നിങ്ങൾക്ക് അവരോട് അത് പറയും ചെയ്യുക, അത് അവർ സ്വീകരിക്കാനും പരിശോധിക്കാനും തയ്യാറുള്ള ആളുകളുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസൊക്കെ നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ടെന്ന് അർത്ഥം. ഇനി അതേപോലെ തന്നെ ഇസ്ലാമിക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്ട്രക്ചറുകൾ
അതായത് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കോൺട്രാക്റ്റ് ഏതൊക്കെ രൂപത്തിലുണ്ടാക്കാം. ഒന്ന് മുദാറബ. മുദാറബ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒരാളും ജോലി ചെയ്യുന്നത് ഒരാളും. ഇൻവെസ്റ്റ്മെൻ്റ് ഒരാൾ പൈസ, ഒരാൾ പണി. ഒരാൾ നല്ല ടൈലറാണ്, പക്ഷെ മൂപ്പരെ കയ്യിൽ എന്തില്ല, പൈസ ഇല്ല. വേറൊരാൾക്ക് തുണി തയ്ക്കാൻ അറിയില്ല, പക്ഷെ മൂപ്പരെ കയ്യിൽ എന്തുണ്ട്, പൈസ. അപ്പോൾ ഒരു രണ്ടാളും ചേർന്നിട്ട് ഒരു കരാറുണ്ടാക്കി നമുക്കൊരു ചെറിയ ടൈലർ ഷോപ്പ് ഇടാം. അതിന് എത്രയാണ് വരുമാനം കിട്ടുന്നത്, ഇത്ര നിനക്ക് ഇത്ര എനിക്ക്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, മുദാറബ. പൈസ ഒരാളും ജോലി ഒരാളും. ഇതിന് മുദാറബ എന്ന് പറയും. ഇങ്ങനെ കോൺട്രാക്ട് നമുക്ക് ചെയ്യാവുന്നത്. രണ്ടാമത്തത് മുഷാറക്ക എന്ന് പറയും. മുഷാറക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ അതിൽ പാർട്ട്നേഴ്സാണ്, ഈക്വൽ പാർട്ട്നേഴ്സാണ്. അപ്പോൾ ഇതിൽ മുഷാറക്ക എന്ന് പറഞ്ഞാൽ രണ്ടാളും പൈസ ഇടണം, രണ്ടാൾക്കും അതിൽ എന്തുണ്ട്, ഇൻവോൾവ്മെൻറ്റും ഉണ്ട്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, മുഷാറക്ക എന്ന് പറയാം. അതേപോലെ തന്നെ ഇജാറ. ഇജാറ എന്ന് പറഞ്ഞാൽ വാടക കൊടുക്കുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ട അനുവദനീയമായ വരുമാനം ഉണ്ടാക്കാൻ പഠിപ്പിക്കപ്പെട്ട ഒരു മാർഗമാണ് എന്ത്, വാടക. അതേപോലെ തന്നെ സുക്കൂക്ക്. സുക്കൂക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ബോണ്ട്സ്. ഉദാഹരണത്തിന് നമ്മളൊരു ബിൽഡിംഗ് എടുക്കാമെന്ന് വിചാരിക്കും. ആ ബിൽഡിങ്ങിനെ നമ്മൾ ടോട്ടലി ഇത്ര സെക്യൂരിറ്റീസ് ആയിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഇത്ര ഷെയർസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. എന്നിട്ടിപ്പോൾ അതായത് ഒരു ഫ്ലാറ്റ് ചിലപ്പോൾ ഒരാൾക്ക് വാങ്ങിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആളുകൾക്ക് അഫോർഡബിളായ സെക്യൂരിറ്റീസ് ആയിട്ട് അതിനെന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ബോണ്ടുകളായിട്ട്. ഈ ബോണ്ടുകൾ ആളുകൾക്ക് പർച്ചേസ് ചെയ്യാം. ആ ബോണ്ട് അവർക്ക് എന്ത് ചെയ്യാം, വേറൊരാൾക്ക് വിൽക്കുകയും ചെയ്യാം. ആ ബോണ്ട് കൈവശമുള്ളിടത്തോളം കാലം അതിൽ എത്രയാണോ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, ആ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം അവർക്ക് എടുക്കാം. പക്ഷേ ഇസ്ലാമികമായിട്ട് അനുവദിക്കപ്പെടുന്ന ബിസിനസ് ആയിരിക്കണം മാത്രം. ഇതിനാണ് നമ്മൾ സുക്കൂക്ക് എന്ന് പറയുന്നത്. തകാഫുൽ എന്ന് പറയുന്നത് നമ്മളുടെ കോഓപ്പറേറ്റീവ് റിസ്ക് മാനേജ്മെൻറ്റ് ഫണ്ടാണ്. അതായത് ഇൻഷുറൻസ് പറയും, ഇസ്ലാമിക് ഇൻഷുറൻസ് പറയും. ഇതൊക്കെ നമുക്ക് ഇസ്ലാമിക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രക്ചേഴ്സാണ്. ഈ രൂപത്തിലൊക്കെ പ്രവർത്തിക്കുന്ന മേഖലകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി എനിക്കൊരു ചെറിയൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമാണോ അതല്ല പേടിയാണോ, എന്താണ് നിങ്ങളെ? ഇൻവെസ്റ്റ് സത്യസന്ധമായിട്ട് പറയണം. ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സത്യത്തിൽ ധൈര്യമാണോ പേടിയാണോ? നിങ്ങളിപ്പോൾ എന്തിനായിട്ട് വന്നേ? ധൈര്യം ഉണ്ട് പറഞ്ഞ ആൾക്കാരൊക്കെ ഒന്ന് കൈയടിച്ചാണ്. ധൈര്യം ഇതുവരെ ആരും പറ്റിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ബാക്കിയുള്ളവർക്ക് ധൈര്യം ഇല്ല എന്നുള്ള അതിൻ്റെ അർത്ഥം. ഓർക്ക് അവരെയോ അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലുമൊക്കെ വേണ്ടപ്പെട്ടവർ പറ്റിച്ചു. ഇതിൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ വലിയ രൂപത്തിൽ ആളുകളുടെ പണം തട്ടുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇത് സത്യമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ ഇതൊരു പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഇവർ വളരെ വന്ന് നമ്മളടുത്ത് ആ ബിസിനസ് ഈ ബിസിനസ് ഒക്കെ പറഞ്ഞ് നമ്മളെന്ത് ചെയ്യും, സാധുവിനെ നമ്മൾ വിശ്വസിക്കും. നല്ല കുപ്പായൊക്കെ ഇട്ടുണ്ടോ അല്ല ഒക്കെ ഉണ്ട്, നമ്മൾ സാധുവിനെ വിശ്വസിച്ച് നമ്മൾ ഏൽപ്പിക്കും. പക്ഷേ അയാൾ വളരെ നിരുത്തരവാദപരമായി നമ്മളുടെ പൈസ കൊണ്ട് പലതും ചെയ്ത് അവസാനം നമുക്ക് പൈസ ഉണ്ടാവില്ല. എത്ര സംഭവങ്ങൾ അറിയും നാട്ടിൽ. രസം എന്താ വെച്ചാൽ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കേൾക്കാത്ത തെറിയില്ല, അത് പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അത്രയും മറ്റുള്ള കമ്പനിയിൽ നിന്നൊക്കെ പൈസ വാങ്ങിയിട്ടാണ് ഇയാളിത് പറയണതെന്നൊക്കെയാണ് പലരും പറഞ്ഞത്. നാട്ടിൽ ഒരുപാട് ആൾക്കാർ, എത്രയെന്നറിയും, ഒരുപാട് ചെക്കന്മാരൊക്കെ ഇതിൻ്റെ പിന്നിലേ. കാരണം എന്താ അറിയോ, എത്ര പൈസ ഇട്ടാലും 2.5 ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ബുദ്ധിയുള്ള മഹലൂക്കാണെങ്കിൽ ചിന്തിച്ചാൽ പോരെ, ഒരാൾ ഇട്ട പൈസക്ക് അതിൻ്റെ 2.5% മാസം ഇവനിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് മാസം ദിനേന കിട്ടുന്ന പരിപാടികൾ. ഇത് കുറച്ച് ദിവസം ഓൻ്റെ പൈസ എടുത്തിട്ട് അതിന് തന്നെ കുറച്ച് ഓന് കൊടുക്കും. അത് കിട്ടുമ്പോൾ ഇവനെന്ത് ചെയ്യും, കുറച്ചും കൂടി അവിടുന്നും ഇവിടുന്നും എളാപ്പൻ്റെ അടുത്തുനിന്നും മൂത്താപ്പൻ്റെ അടുത്തുനിന്നും അമ്മായിൻ്റെ അടുത്തുനിന്നൊക്കെ ഓരോ പൈസ ഒക്കെ വാങ്ങിയിട്ട് അതിൽ കൊണ്ടുപോയിട്ടിടും. ഇത് നിൽക്കുന്നില്ലല്ലോ. ആ ഇടുന്നതിനും കുറച്ച് ഇവന് കൊടുത്തോണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഗ്രൂപ്പിൽ വോയിസ് ഒന്നും വരുന്നില്ല, ആളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, പൊട്ടി. എൻ്റെ നാട്ടിൽ
ഒരു അൽഹംദുലില്ലാഹ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം തെങ്ങൊക്കെ കയറിയിട്ട് ജീവിക്കുന്നു, പക്ഷേ സത്യസന്ധനാണ്, വളരെ ദീനിയായിട്ട് ജീവിക്കുന്ന നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തോട് വളരെ ദീനിയായിട്ട് നല്ല താടിയും അതേപോലെ തന്നെ നിരയാണ്ട് മുകളിൽ പാൻറ്റും ഇതൊക്കെ ഉള്ള ഒരു ആൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് ഇത്ര പൈസ ഇട്ടാൽ എനിക്ക് ഇത്ര കിട്ടുന്നു. അപ്പോൾ ഇവന് വേറൊരു ഇതിൻ്റെ ഇതേപോലുള്ളൊരു ഇതിലുള്ള ഏജൻ്റാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഈ കുഴപ്പമില്ല, നമുക്ക് മൂപ്പര് വീട്ടിലൊന്ന് പോയിട്ട് നമുക്ക് ചോദിക്കാമെന്നാണ്. അങ്ങനെ ഇവർ രണ്ടാളും കൂടി എൻ്റെ വീട്ടിലേക്ക് വന്ന്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഷബീർക്ക് അങ്ങക്ക് കിട്ടുന്നത് കയ്യിൽ വെച്ചോളി, ദയവ് അതിൽ ഇടണ്ടെന്ന് പറഞ്ഞു. അതിൽ ഇടണ്ടെന്ന് ആ സഹോദരൻ അദ്ദേഹം ഇട്ടില്ല. പക്ഷെ കുറേ ഞാൻ എത്ര പറഞ്ഞിട്ട് ഇദ്ദേഹം ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഇത് ശരിയാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം. അതായത് അപ്പോൾ ഇവനൊരു നല്ല വാഹനം ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത്. ഞാൻ വേറെ നിലക്ക് അന്വേഷിച്ചു, ഇവനും ആ വാഹനം ലോണിനെടുത്താണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരുപാട് ആളുകളുടെ ലക്ഷ്യങ്ങൾ ഇവനെ ആകർഷിച്ച് കൊണ്ടുപോയി ഇടുന്നതിന് ആ ഇടുമ്പോൾ തന്നെ ഇവന് ഇത്ര പെർസെൻറ്റേജ് കമ്പനി കൊടുക്കുകയാണ്. അപ്പോൾ ആ വരുമാനം നിരന്തരം കിട്ടും എന്നുള്ള ഇവൻ്റെ ഈ കമ്പനിയൊക്കെ ഉള്ളതാണ് ചിലപ്പോൾ തെറ്റിദ്ധാരണയാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞിട്ടോ ആവുന്ന വാരം. പക്ഷെ അതിൻ്റെ പേരിൽ ഒരു വണ്ടിയൊക്കെ എടുത്ത്, അപ്പോൾ ഈ വണ്ടിയൊക്കെ കണ്ട് കൊണ്ടുപോയിട്ട് നിർത്തും, അല്ലെങ്കിൽ കാണുമ്പം പെട്ടെന്ന് ആൾക്കാർ എന്ത് ചെയ്യും, പൈസ എടുത്ത് തരും. കാരണം ഇവനെങ്ങനെ ഇപ്പോൾ വണ്ടിയൊക്കെ വാങ്ങിയത്, അപ്പോൾ ഇതേ പിന്നെ എന്തോ കാര്യമായിട്ട് എന്തോ ഉണ്ട്. അപ്പം എന്നാൽ പിന്നെ ഓൻ്റെ ഇതിൽ പൈസ ഇടാം, കുറച്ച് ദിവസമൊക്കെ കിട്ടും, കുറച്ച് കഴിഞ്ഞാൽ ഈ പൈസ പോകും. അതുകൊണ്ടാണ് എല്ലാം നമ്മൾ എവിടെയെന്ന് നോക്കാതെ കൊണ്ടുപോയിട്ട് ഇട്ടാൽ പൈസ എന്ത് ചെയ്യും, പോകും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിയായ സ്ഥലത്താണ്, ഇടത്തിലാണ് എന്നുള്ള എന്തു വേണം, ഒരു ബോധ്യം നമുക്ക് അനിവാര്യമായി വേണം. അതിലാണ് ഒരുപാട് പല രൂപത്തിലുള്ള സ്കാംസ്. ഒന്ന്, ഇപ്പം എൻ്റെ നാട്ടിൽ ഒരു സഹോദരൻ പള്ളിയിൽ വസ്തുത്തെ സോഫയിൽ എന്തുണ്ടാവും, അതായത് റൈറ്റ് ടീം എന്ന് പറഞ്ഞാൽ ഓൻ്റെ നിസ്കാരവും ഓൻ്റെ നോമ്പ് മാത്രം നോക്കുക എന്നല്ല ഞാൻ പറഞ്ഞേ, അതാണ് ഞാൻ ഉദ്ദേശിക്കണേ. സാമ്പത്തികമായി ഈ ക്രയവിക്രയങ്ങൾ ഇടപാട് ഇങ്ങനത്തെ ഒരു ബിസിനസ് നടത്താനുള്ള കഴിവ് ഓനുണ്ടോ എന്നുള്ളത് കൂടി നോക്കണം. അല്ലാതെ ഞാൻ ഈ ഫൈൻഡ് ദ റൈറ്റ് ടീം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചെന്താ, ഓന് പള്ളിയിൽ പോകുന്നുണ്ടോ, ഓന് പിന്നെ താടി ഉണ്ടോ, ഓന് പള്ളിയിൽ നിസ്കരിക്കാണ്ട, ഇതല്ല. എൻ്റെ നാട്ടിൽ ഒരു ചങ്ങായി മൂപ്പര് പള്ളിയിൽ ഫസ്റ്റ് സോഫിലൊക്കെ നിസ്കരിക്കാണ്ടോ, അങ്ങനെ മൂപ്പര് അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ പൈസ എല്ലാം കൊടുക്കുന്നത്, 5 ലക്ഷം 10 ലക്ഷമൊക്കെ മൂപ്പരപ്പം തന്നെ എഴുതി കൊടുക്കും. അങ്ങനെ വളരെ ധർമ്മിഷ്ഠനാണ് ഇവന്. സത്യത്തിൽ ഇവൻ്റെ കുടുംബപരമായിട്ട് കുറച്ച് ബിസിനസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൻ ഡൽഹിയിൽ നിന്ന് യൂസ്ഡ് കാറുകൾ നാട്ടിൽ ഇറക്കിയിട്ട് കച്ചവടം ചെയ്യുന്നതാണ്. ആളുകളിടുന്ന് 1-ാമത്തെ മാസം അല്ല 2-ാമത്തെ മാസം 3-ാമത്തെ മാസം ആകുമ്പോഴേക്കും ലാഭം കിട്ടി തുടങ്ങുന്നത്. ഭയങ്കര ലാഭം ഇങ്ങനെ കൊടുക്കുക, വാരിക്കോരി ലാഭം കൊടുക്കുന്നത്. ഞാനിത് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വേണ്ടപ്പെട്ട ചില ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു, ദയവ് ചെയ്തിട്ട് ഇട്ടരുത്. ഒന്ന് ശരയായിട്ട് കുറേ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തേത് ഒന്ന് ആലോചിച്ച പോരെ, ഇത്ര ഇവനെ എവിടുന്ന് ഈ യൂസ്ഡ് കാർ അവിടുന്ന് ഇത്ര കൊണ്ടുവന്നിട്ട് ഇത്രയും ബിസിനസ് ഇവിടെ നടക്കാം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരിക്കലും ഇത്ര ടേൺ ഓവർ അല്ലെങ്കിൽ ഇത്ര ചെയ്യുന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധ്യതയില്ല. സംഗതി ഒരു സുപ്രഭാതത്തിൽ ഇവനെ കാണാനില്ല. പോലീസ് പോയിട്ട് ചെന്നൈയിൽ നിന്ന് ഇവനെ പൊക്കുമ്പോൾ ഇവന് താടിയില്ല, ഇവന് അതൊക്കെ പോയിട്ട് അവസാനം ആൾക്കാർ കുറേ ഇവൻ്റെ നോക്കും ഇവൻ്റെ പേരിലൊന്നുമില്ല. ഇവന് കാണിച്ചു കൊടുത്തിരുന്ന യാർഡുകൾ, ഇവൻ കാണിച്ചു കൊടുത്തിരുന്ന കാറിൻ്റെ ഡീലർഷിപ്സ്, ഇതൊക്കെ അവൻ്റെ മറ്റു പല ബന്ധുക്കളുടേതുമാണ്. അപ്പോൾ സാധാരണ നിലയ്ക്ക് അവിടെ പോയിട്ട് ഈ ആൾക്കാർ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോയി ചോദിക്കും, അതുപോലെ തന്നെയാണെന്ന് പറയും. കാരണം എന്താ, ആ കുടുംബത്തിൽപ്പെട്ടൊരു വ്യക്തിയാണിത് എന്നുള്ളൂ. അവൻ നൈസായിട്ട് അത് യൂട്ടിലൈസ് ചെയ്ത്. പക്ഷേ രസം എന്താ വെച്ചാൽ ഇതിൽ ആദ്യം ഇട്ടവർക്ക് കുറേ പൈസ കിട്ടിപ്പോയി. ഇത് ഈ നാട്ടുകാരെ പൈസ തന്നെയാണ് ഇവൻ ലാഭം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇവരൊരു ബിസിനസ്സും ഇല്ല സത്യത്തിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ രൂപത്തിൽ ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ നഷ്ടത്തിനാവും കൊടുക്കുന്നത്. ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നടത്തുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ സ്കാമേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഫൈൻഡ് ദ റൈറ്റ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് ശരിക്കുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഇത് എന്ന് തുടങ്ങി, എങ്ങനെ തുടങ്ങി, അത് ഇപ്പം എങ്ങനെ എത്തി നിൽക്കുന്നു, സാമ്പത്തികമായിട്ട് അതെങ്ങനെയാണ്, ഇതൊക്കെ ചോദിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ അവിടെ നിർത്തിക്കോളി.
ഇത് ചോദിക്കുമ്പോൾ അതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണ്ട, അൽഹംദുലില്ലാ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. ഇത് എങ്ങനെ തുടങ്ങി, അതിൻ്റെ പൊട്ടൻഷ്യൽ എങ്ങനെയാണ്, എവിടെയാണ് അത് നടക്കുന്നത്, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ അറിയണം. സാമ്പത്തിക ഇടപാടുകൾ, ക്രയവിക്രയങ്ങളും ബിസിനസ് ചെയ്യാൻ കഴിവുള്ള ആളാണെന്നുള്ളത് നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. രണ്ടാമത്തത് ആ ബിസിനസ്സിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെറുതായിട്ടെങ്കിലും ഒന്ന് പഠിക്കണം. നമ്മളൊന്ന് കണക്കൂട്ടി വെക്കുക, അങ്ങനെ ഒരു ലാഭം വരും, അത്ര ലാഭം വരും, അങ്ങനെയാണെങ്കിൽ അവന് മാസം എത്ര കൊടുക്കണം ആളുകൾക്ക്, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ ബിസിനസ്സിൽ എത്രമാത്രം അവന് ലഭിക്കണം, അതിപ്പോൾ സംഭവ്യമാണ്. ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് നമുക്ക് കണക്കൂട്ടിയാക്കി കൂടെ. ആൾക്കാർ വന്ന് ചോദിക്കുമ്പോഴേക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണെങ്കിൽ. ഈ അടുത്തൊരു സഹോദരൻ എന്നെ വിളിച്ച്, അവൻ്റെ സുഹൃത്തിന് ഒരു രേഖയില്ലാതെ മൂപ്പര് 3000 ദിനാറ് കടം കൊടുത്തത്ര. അപ്പം ഞാൻ മൂപ്പരോട് ഞാൻ വണ്ടിയിട്ടാണ്ട് വരാം, 2500 എനിക്കും തന്നാണ് എന്ന് പറഞ്ഞു. അതായത് ഒരു രേഖയില്ലാതെ, എന്നിട്ട് ആ വാങ്ങിയ ആൾ ഇപ്പം എന്ത് ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ ഒരു പൈസ വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് കോടതിയിൽ കേസ് അടക്കാം. അപ്പം എങ്ങനെ കൊടുത്തത്, ഒരു ലിങ്ക് വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ ഒന്നുമല്ല. ബാങ്ക് ട്രാൻസ്ഫർ വഴി നിങ്ങൾ ശ്രദ്ധിക്കാം, ഇതിൻ്റെ കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മളൊക്കെ ഇതൊക്കെ വിയർപ്പ് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണല്ലോ ഇത്. വെറുതെ ആർക്കും പൈസ ഇട്ടില്ലല്ലോ, അങ്ങനെ ആർക്കും കിട്ടുന്നുണ്ടോ? എല്ലാവരും അധ്വാനിച്ചിട്ടല്ലോ പൈസ ഇട്ടുന്നത്. ഈ അധ്വാനിക്കുന്ന പൈസ നമ്മൾ വെറുതെ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കുക, നിങ്ങൾ കടമായിട്ട് അത് തിരിച്ചു കിട്ടണം എന്നുള്ള നിലക്കാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് പറഞ്ഞ് അയാളെ ഒന്നുകിൽ നമ്മളൊരു എഗ്രിമെൻറ്റ് വെക്കുക. അതോടൊപ്പം ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇതിൽ നിന്ന് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ തന്നെ എന്തിനാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത് അതിലുണ്ടൊരു ക്വസ്റ്റ്യൻ. അതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കടം കൊടുക്കുകയാണെങ്കിൽ കടം കൊടുക്കുക എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ കൂടി എന്തായി, നിയമപരമായി നിങ്ങൾ കടമാണ് കൊടുത്തത്, അയാളത് തരാൻ ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ അയാൾ റിസീവ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതല്ലാതെ നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നാളെ എൻ്റെ പൈസ നഷ്ടപ്പെട്ട് നമ്മൾ പറയും. അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലാണെങ്കിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു രേഖ വേണം. നമ്മൾ എന്തിനാണ് കൊടുത്തത്, രസം എന്താ വെച്ചാൽ ഇപ്പോൾ രേഖയും തന്നിട്ട് പിന്നെയും പറ്റിക്കണം. അതായത് എല്ലാ രേഖയും പോലും തരും, പിന്നെ അവസാനം ഈ പൈസ ഒന്നും ഇല്ലാതെ ഓൻ്റെ പേരിലൊന്നുമില്ല, ഇത് കിട്ടൂലല്ലോ. അപ്പോൾ അവിടെ അതുകൊണ്ട് രേഖ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് മാത്രം കൊടുക്കണ്ട, രേഖ വേണം. അതിൻ്റെ കൂടെ എന്ത് വേണം, ഈ ബിസിനസ്സിൻ്റെ സത്യസന്ധ വസ്തുതകൾ നമ്മൾ നിർബന്ധമായിട്ട് ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ ആ പൈസ നിങ്ങളെ കയ്യിൽ വെച്ചോളി. കുട്ടിയൊക്കെ നിങ്ങൾ മുട്ടായി വാങ്ങി കൊടുത്താൽ എന്നാലും കുഴപ്പമില്ല, ആ കുട്ടിയൊക്കെ മുട്ടായെങ്കിലും കിട്ടുമല്ലോ. പക്ഷെ എന്ത് ചെയ്യണ്ട, ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ് ബിസിനസ്, എവിടെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയോ ഒന്ന് പോയി കണ്ട് ഉറപ്പുവരുത്തി, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാളെ പറഞ്ഞയച്ച്, അല്ലെങ്കിൽ അത് അവിടെ ഉണ്ടോ, എങ്ങനെയാണ് നടക്കുന്നത് നോക്കുന്ന അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഹാവ് എ പ്രോപ്പർ കോൺട്രാക്റ്റ്. അതിൽ നമ്മൾ ഒരു കരാറ് എഴുതാം. സിമ്പിളാണ് ഒരു കരാറ്. നമ്മളിടുന്ന പൈസ അതിലെന്താണ്, നമ്മൾ പാർട്ട്ണർഷിപ്പാണോ അല്ലേ, അല്ലെങ്കിൽ ഒരു കച്ചവടം, ആ കച്ചവടം കഴിഞ്ഞാൽ തമ്മിൽ പ്രോഫിറ്റ് വീതം വെക്കുക, ആ രൂപത്തിലാണോ, എങ്ങനെയാണ് ഇതിൻ്റെ രീതി, അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കരാറ് തമ്മിൽ പരസ്പരം എഴുതുക. ഇത് വളരെ അനിവാര്യമാണ്. എപ്പോഴും എന്താ പറയുക, വളരെ ബന്ധം ഉണ്ടാകുമ്പോൾ ഈ കരാറുണ്ടാവില്ല. അവൻ എന്ത് ചെയ്യും, അത് എളാപ്പൻ്റെ മോനാണ്, ഓനോട് എന്ത് കരാർ ചെയ്യാൻ, അല്ലെങ്കിൽ ഓൻ്റെ വളരെ ചെറുപ്പത്തിലുള്ള സുഹൃത്താണ്. അപ്പോൾ ഞാൻ പറയും, എന്നാൽ വളരെ നല്ല വിജയിച്ച് നല്ല രൂപത്തിൽ ബിസിനസ് നടക്കുന്ന ഒരുപാട് ഇതുണ്ട് കേട്ടോ, ഉദാഹരണം ഉണ്ട് കേട്ടോ. പക്ഷെ അത് നമ്മളെ വിഷയമല്ലല്ലോ, അതെല്ലാം വിജയിച്ച്. ഞാൻ പറയുന്ന പറ്റിക്കപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ അവയർനെസ് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള കോൺട്രാക്റ്റ് അനിവാര്യമാണ്. ഇനി എന്തുകൊണ്ട് നമ്മളുടെ ഒരു സ്വന്തമായ സംരംഭത്തെക്കുറിച്ച് ചിന്തിച്ചുകൂടാ? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തലങ്ങളുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇതിനിപ്പോൾ അതിന് കുറേ പൈസ വേണ്ടേ? നിങ്ങളിതിനെ കുറേ പൈസ വേണ്ട കാര്യത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കണ്. കുറച്ച് പൈസ വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ചെറിയ രൂപത്തിൽ തുടങ്ങിയത് വിജയകരമാണെങ്കിൽ അതേ രൂപത്തിൽ അതിനെ എക്സ്പാൻഡ് ചെയ്ത് അതിനെ വളർത്തി, അങ്ങനെയാണ് ഏത് ബിസിനസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് ഒരു വലിയ ബിസിനസ്സാണ് പൊട്ടി മുളച്ച് അങ്ങനെ ഉണ്ടാവില്ല. അത് അധികം തകർച്ചയിലേക്കാണ് എന്ത് ചെയ്യുക, പോവുക. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മളൊരു ചെറിയ സ്കെയിൽ, അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നാട്ടിൽ പോയ ആളുകളൊക്കെ ഇങ്ങനെ കാറായിട്ട്, പ്രത്യേകിച്ച് നമ്മളെ മലബാർ ഏരിയയിലൊക്കെ കാറായിട്ട് പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും പാൽപ്പായസം അല്ലെങ്കിൽ അടപ്രഥമൻ എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു 10 റുപ്യ എടുത്താലും ഒരു ഗ്ലാസ് വാങ്ങിയിട്ട് കുടിക്കുക. ആൾക്കാരൊക്കെ വണ്ടി നിർത്തുന്നത് കുടിക്കുന്നു അല്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൽ അധിക കൗണ്ടറുകളുടെയും GPay നമ്പർ 1ആണ്.
അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, ഇതിപ്പോൾ ആരായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഏകദേശം പരപ്പനാടി ആ ഭാഗത്ത് ഒരു സഹോദരൻ, അത് ഇപ്പോൾ കുറേ എക്സ്പാൻഡ് ആയിട്ടുണ്ടോ, അദ്ദേഹത്തിന് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. ഏതായാലും മാഷാ അല്ലാഹ് വളരെ നല്ല ഒരു സംരംഭമാണ്. കുറച്ച് ബർക്കത്ത് ചെയ്യട്ടെ, കൂടുതൽ ഹൈറാക്കി കൊടുക്കട്ടെ. അപ്പം മൂപ്പര് ആദ്യം കുറച്ച് പാൽപ്പായസം കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് കുറച്ച് കൗണ്ടറുകൾ ഇട്ട് അതെന്ത് ചെയ്ത് പിന്നെ കുറച്ചുകൂടി പാൽപ്പായസത്തിൻ്റെ ഉൽപ്പാദനം, അതിൻ്റെ ക്വാളിറ്റി മെയിൻ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ അപ്പോൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് മൊത്തത്തിൽ എന്ത് ചെയ്യും, പൊട്ടും. അപ്പോൾ ഈ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ അദ്ദേഹം അത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് കൗണ്ടറുകൾ എന്ത് ചെയ്തത്, വർദ്ധിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറേ സ്ഥലത്ത് ചെറിയ ചെറിയ യൂണിറ്റ് എന്താ ഇപ്പോൾ ചിലവുള്ളത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്ക് അതിൻ്റെ ഒരു കിട്ടുന്നതിൻ്റെ ഒരു വീതം അയാൾക്ക് കൊടുത്ത് അവിടെ നിൽക്കാനും എന്തായി, ആളായി. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങളെക്കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്യാം. ഇപ്പോൾ ഇതേപോലെ ഒരു മഹല്ലിൽ അവരത് നടപ്പാക്കിയതിൻ്റെ ഓർമ്മ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു തക്കാഫുലിൻ്റെ പേപ്പർ അവതരിപ്പിക്കേണ്ടത്. അതിൽ അത് നമ്മളന്ന് സ്റ്റഡി ചെയ്തിട്ട് ഫീൽഡിൽ പോയി സ്റ്റഡി ചെയ്തിട്ടാണ് ആ പേപ്പർ കൊടുത്തത്. കാടയുടെ ഇപ്പം പിന്നെ കാടൻ്റെ മുട്ട പരന്നു, അതാത് സമയത്ത് ഓരോ സമയത്ത് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വെച്ചാൽ ഒരു 500 കാടൻ്റെ ഏകദേശം ഒരു കൂട്, ആ ഒരു കൂട് നമുക്ക് അതിന് മൊത്തം ആ ഒരു കൂടും ആ കാടകളുടെ യൂണിറ്റ് ഒരാൾക്ക് നൽകിയ ഏകദേശം 30,000 രൂപയാണ്. ഏകദേശം 30,000 രൂപയാണ്. ഈ 30,000 രൂപക്ക് നമ്മളൊരു ആ കാടക്കൂട് ഒരു വീട്ടുകാർക്ക് കൊടുക്കുക. റീഹാബിലിറ്റേഷൻ കം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റാണ്. അതിൻ്റെ കൂടെ തക്കാഫുൽ ഇംപ്ലിമെൻറ്റേഷൻ. അതിൻ്റെ ഉദാഹരണം ഞാൻ ജസ്റ്റ് പറഞ്ഞു. ഈ കാടൻ്റെ കൂട് ഒരു 3,000 രൂപേൻ്റെ യൂണിറ്റ് ഒരാൾക്ക് കൊടുത്താൽ 500 കാടുണ്ടെങ്കിൽ ഏകദേശം ഒരു 380 മുട്ട കിട്ടുമെന്ന് വിചാരിക്കുക. 1 രൂപ 50 പൈസ ഒരു മുട്ടക്ക് നിങ്ങൾ കൂട്ടി വയ്ക്കുക, അത്ര അല്ലല്ലോ ഉള്ളൂ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചിട്ട്. 1 രൂപ 50 പൈസ കിട്ടുമെന്ന് വന്നാൽ അതിൽ നിന്ന് തീറ്റ മറ്റ് ചെലവുകൾ കഴിച്ചൊരു ചെറിയ സംഖ്യ മിച്ചം വരുന്ന വിചാരിക്കണം. ഒരു ദിവസം പറയണ കേട്ടോ, ഒരു മാസമല്ല, ദിവസത്തിൽ. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്നൊരു 100 രൂപ കമ്മിറ്റിക്കാർക്ക്, ബാക്കിയുള്ളത് വീട്ടുകാർക്ക് എന്ന് വിചാരിച്ചു, ചിലവ് കഴിച്ച് ബാക്കിയുള്ളത് 100 രൂപ കമ്മിറ്റിക്കാർക്ക്. 10 യൂണിറ്റ് ഉണ്ടെങ്കിൽ ഒരു ദിവസം എത്ര കിട്ടും? എത്ര കിട്ടും? 1000 രൂപ കിട്ടൂലേ? 10 യൂണിറ്റിന് എത്ര വേണം? 3 ലക്ഷം റുപ്യ. ഞാൻ പറയണതിൻ്റെ ഇത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഞാനിത് ഓരോ ഐഡിയാസ് പറയണേ, ഇത് നിങ്ങൾ നാളെ പോയിട്ട് കാട കൃഷി ചെയ്യണം എന്ന അർത്ഥത്തിലല്ല. നമ്മൾ തിങ്ക് ചെയ്യുമ്പം ഇതുപോലുള്ള ചെറിയ സംരംഭങ്ങൾ ലാർജ് സ്കെയിലിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ നമ്മൾ പ്രൊജക്ട്സ് ഉണ്ടാക്കുക. ശരിക്കും ഞാൻ വിചാരിച്ചിന് ഒരു വെള്ള പേപ്പറൊക്കെ തന്നിട്ട് ഓരോരുത്തർ ഐഡിയാസ് ചെയ്താനൊക്കെ, പക്ഷെ നമുക്ക് അതിനുള്ള ഒരു ചെറിയൊരു കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് ചെറിയൊരു ക്ലാസ് സംരംഭമല്ലേ, നമുക്ക് അത്ര സമയമില്ലല്ലോ. അപ്പം 1000 രൂപ കിട്ടും. 30 ദിവസത്തിൽ 1 യൂണിറ്റ് എന്തായി? 30 ദിവസത്തിൽ 1 യൂണിറ്റിൻ്റെ പൈസ. 10 മാസത്തിൽ 10 യൂണിറ്റും വന്ന് കൂട് ബാക്കി. കൂട് നശിച്ചില്ലല്ലോ, കമ്പിൻ്റെ കൂടാണ്. കാടയെ ഇറച്ചിക്ക് എന്ത് ചെയ്യാം? ഈ മുട്ടടലിൽ നിന്ന് കഴിഞ്ഞാൽ ഇറച്ചിക്ക് വിൽക്കുക. ഇതൊരു ഉദാഹരണം. അപ്പം ചിലപ്പം കാടക്കൃഷിയൊക്കെ തുടങ്ങിയിട്ട് നഷ്ടത്തിലായ ആൾക്കാരുടെ മുമ്പിൽ കേൾക്കുമ്പോൾ തുടങ്ങാൻ കിട്ടി വരിയെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിനെന്താ വെച്ചാൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മുട്ട വിൽക്കാനുള്ള മാർക്കറ്റും കാണണം. അല്ലാതെ വെറും കാട കൃഷി ചെയ്തിട്ട് ഇതിൻ്റെ മുട്ട നാളെ എൻ്റെ കയ്യിൽ വന്നിട്ട് ആൾക്കാർ എടുക്കുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 10 യൂണിറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുട്ട എങ്ങനെ കളക്ട് ചെയ്ത് പ്രോപ്പറായി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്യണം. അതിനുള്ള മേഖലകൾ കണ്ടെത്തണം, അവിടേക്ക് പോകാനുള്ള ഒരു രൂപം ഉണ്ടാക്കി. ഇത് ഞാൻ പറഞ്ഞു, ഒരു 3 ലക്ഷം റുപ്യൻ്റെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന വരുമാനത്തിന് വലിയ സാധ്യതയുള്ള ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമ്മളന്ന് ഞാനന്ന് ഈ പേപ്പർ അവതരിപ്പിക്കുമ്പോൾ അതിൽ കണ്ടൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ 30,000 രൂപ ഒരു യൂണിറ്റിൽ നിന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് 32,000 രൂപ എന്നാക്കുക. ഈ 2,000 രൂപ തക്കാഫുൽ ഫണ്ട് ഇടുക. അതായത് ഈ കാട പ്രൊജക്റ്റിൻ്റെ തക്കാഫുൽ ഫണ്ട് 10 യൂണിറ്റിന് 20,000 റുപ്യ ഉണ്ടാവും. ചിലപ്പോൾ ഒരു കർഷകൻ്റെ കാടകൾ ചത്തുപോയി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറ്റി, അയാളെ നമുക്ക് എന്ത് ചെയ്യാം? സപ്പോർട്ട് ചെയ്യും. ഒരു ബേജാറാവേണ്ട ആവശ്യമില്ല. ഇവിടെ ആ റിസ്ക് മാനേജ് ചെയ്യാനുള്ളൊരു ഫണ്ട് നമ്മളെ കയ്യിലുണ്ട്. അതാണ് ആ 20,000 റുപ്പീസ്. അപ്പം ഇങ്ങനെയുള്ള നമ്മളുടെ
സംരംഭങ്ങൾ വേണമെങ്കിൽ ഇനി ആ ഫണ്ടിനെ കുറച്ചുകൂടി അവർക്ക് വ്യാപിപ്പിക്കുക അല്ലെങ്കിൽ വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഈ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ചെറിയൊരു പെർസെൻറ്റേജ് ആ ഫണ്ടിലേക്ക് ആണ് പോവുക എന്നുള്ളത് അവരെന്ത് ചെയ്താൽ മതി, കണക്കാക്കി. അപ്പോൾ നമ്മൾ ഏതൊരു സംഗതി ഒരു പ്രൊജക്റ്റ് നമ്മൾ തീരുമാനിച്ചാൽ ആ പ്രൊജക്റ്റിന് നമ്മൾ ആദ്യം ഒന്ന് ഇരുന്നതിനൊരു ഫ്രെയിം വർക്ക് തയ്യാറാക്കി അതിൻ്റെ 3 കാര്യം. ഒന്ന് ഇംപ്ലിമെൻറ്റേഷൻ തുടങ്ങുക, അതിൻ്റെ എത്രയാണോ സാമ്പത്തികമായിട്ട് അതിന് ചിലവ് കാര്യങ്ങൾ വരിക, ഇത് നമ്മൾ നടപ്പാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ്, ഇതിൽ നിന്ന് എത്ര ഔട്ട്കം കിട്ടും, ഇതൊന്നും നമ്മൾ ഇരുന്നിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇതിൽ പെട്ടതാണ് ഇതിപ്പം കൊച്ചിയിൽ നടന്നൊരു എക്സ്പോന്ന് അതിൻ്റെ ജസ്റ്റ് ഒരു ഇത് ഞാൻ കൊടുത്താണ്, കണ്ടില്ലേ, മെഷീനറി എക്സ്പോ കേരള 2024. അത് വമ്പൻ പ്രദർശനം, ഇത് സർക്കാർ സംഘടിപ്പിച്ച. ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ അതായത് മെഷീനറീസ് നമുക്ക് കിട്ടും. അതിനൊക്കെ ചെറിയ പ്രൊജക്റ്റ്. ഇപ്പം തേങ്ങയ്ക്ക് വിലയില്ല, തേങ്ങനെ നമുക്ക് എന്തൊക്കെ ബൈ പ്രോഡക്ട്സ് ആക്കാം. അങ്ങനെ ബൈ പ്രോഡക്ട്സ് ആക്കി നമ്മളൊരു ചെറിയ യൂണിറ്റിൽ നിന്ന് തുടങ്ങി എന്ത് ചെയ്യാൻ പറ്റും, ആ യൂണിറ്റിൻ്റെ വ്യാപ്തി നമുക്ക് വലുതാക്കാനും അതിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംരംഭം എന്ത് ചെയ്യും, വിജയിക്കും. അങ്ങനെ നമ്മൾ ചെറിയ ഇതിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് ഒരു സാധനത്തെ നമ്മൾ വിജയിപ്പിക്കണമെങ്കിൽ എല്ലാം നമ്മൾ കോടിൻ്റെ ബിസിനസ്സും ലക്ഷങ്ങളുടെ ബിസിനസ്സും അങ്ങനെ തിങ്ക് ചെയ്യണമെന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. അപ്പോൾ നമുക്കൊരു സംരംഭം തുടങ്ങണം. അത് എല്ലാവരും പോയിട്ട്, ഒരു നാട്ടിലിപ്പോൾ എല്ലാവരും പോയിട്ട് പച്ചക്കറി ഷോപ്പ് തന്നെ, അവിടെ 2 പച്ചക്കറി ഷോപ്പുണ്ട്, ഓരെന്നെ കച്ചവടം ഇല്ലാതിരിക്കുക. എന്നിട്ട് മൂപ്പര് ഗൾഫിൽ നിന്ന് മടങ്ങിപ്പോയാണ്ട് മൂപ്പര് 3ാമത്തെ പച്ചക്കറി ഷോപ്പ് കൊണ്ട് മൂപ്പര് അറിയാം കച്ചവടം ഭയങ്കര നഷ്ടത്തിലാണ്. എങ്ങനെ കച്ചവടം ലാഭത്തിലാവുക, മനസ്സിലാകുന്നില്ലേ? അതായത് നമ്മളൊരു സാധനത്തിൻ്റെ ഡിമാൻഡ് അറിയണം, അല്ലെങ്കിൽ നമുക്ക് എവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, ആ സാധനം എവിടെ കൊടുക്കാൻ പറ്റും, എങ്ങനെ ചിലവാക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ബേസ് ചെയ്തിട്ട് നമ്മളൊരു സാധനം എന്ത് ചെയ്യുമ്പോൾ ഒരു സംരംഭം തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള എക്സ്പോകളിലൊക്കെ നമ്മൾ പോകണം. ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇനി പോകാൻ പറ്റിയില്ല, ഇതേപോലെ ഓൺലൈനിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു സമയം കുറച്ച് അതിനൊക്കെ നമുക്ക് ചിലവാക്കാൻ ഹലാലായ നമുക്ക് ആവശ്യമായ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നോക്കി ചില മെഷീനറീസ്, ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ചെറിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അതിൽ നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഏകദേശം സമയം അവസാനിച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും മനസ്സിലോട്ട് ചെയ്യും. സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്ട്സ് ലാർജ് സ്കെയിലിൽ ചെയ്യുക. അത് ഒറ്റയടിക്ക് ലാർജ് സ്കെയിലിൽ ചെയ്യലല്ല. ഇനിയിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നമ്മൾ അങ്ങനെ ഒരു കാണേണ്ട പ്രൊജക്റ്റൊക്കെ പഠിച്ച് നമ്മൾ ചെയ്ത് തരും. അതൊരു ഉദാഹരണം പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു 3 ലക്ഷം റുപ്യയിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയ കുറച്ചൊരു ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ പ്രൊജക്ട്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ച് നമ്മൾ ചെയ്തു നോക്കി പോയാലും നമുക്ക് എന്ത് ചെയ്യൂല, വല്ലാതെ തടിമക്ക് പിടിക്കൂല. നേരെ മറിച്ചിട്ട് ആദ്യം തന്നെ ഒരാൾ പോയിട്ട് 3 കോടി ഇട്ട് സംരംഭം പരാജയപ്പെട്ട് എന്താ സംഭവിക്കുക? അപ്പോൾ ചിലപ്പം 100 കോടി 500 കോടി 1000 കോടി കയ്യിലുള്ള ആളാണെങ്കിൽ അയാൾക്കൊരു പ്രശ്നമില്ല. പക്ഷെ ആ 3 കോടി തന്നെ മൂപ്പര് ബാക്കിയുള്ളവരെ കയ്യിൽ നിന്ന് വാങ്ങിയത് കൂടിയാണെങ്കിൽ പൊട്ടുമ്പോൾ ഭയങ്കര പൊട്ടലായിരിക്കും, ഭയങ്കര പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ കഴിവ് അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന കാര്യം, അതിൻ്റെ അവസ്ഥ, ഇനി അതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ആഘാതത്തിൻ്റെ വ്യാപ്തി, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, തിങ്ക് ചെയ്തിട്ടൊരു കാര്യത്തിലേക്ക് ഇറങ്ങാം. ഇതിൽ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് വെച്ചാൽ, ഒന്ന് കാർഷികപരമായ മേഖലകൾക്ക് നല്ല സാധ്യതകളുണ്ട്. പക്ഷേ അത് നമ്മൾ തന്നെ കൃഷി ചെയ്യണമെന്നില്ല. നമ്മളെ നാട്ടിൽ നല്ല രൂപത്തിൽ കൃഷി ചെയ്യുന്ന ആളുകളെ സമീപിച്ച് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളെ നല്ല നിലക്ക് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക. മാർക്കറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് തിങ്ക് ചെയ്യാം. ഞാൻ പറയുന്നത് നിങ്ങളൊന്നും ഇരുന്ന് ആലോചിക്കും. അല്ലാതെ ഞാനിവിടെ കണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് പൈസ നിങ്ങൾ ഇവിടെ ഇട്ടോളി അവിടെ ഇട്ടോളി, നാളെ അഥവാ അത് പൊട്ടിയാൽ നിങ്ങൾ പെരക്കിൻ്റെ തിരഞ്ഞു വരൂലേ. പാമ്പൂരയിൽ മൂപ്പര് ക്ലാസ് വിളിച്ചു വിട്ടിട്ട് മൂപ്പര് പറഞ്ഞു അവിടെ ഇടാൻ, അവിടെ ഇട്ടുള്ള പൈസയും പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാൻ അതുകൊണ്ട് പറയുന്നത് വെച്ചാൽ നമ്മളൊരു ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പിന്നെ ഇന്ന സ്ഥലത്ത് കുറേ റിയൽ എസ്റ്റേറ്റ് പ്രോജക്ട്സ് ഉണ്ട്, അവിടെ ഇട്ടോളി ഇവിടെ ഇട്ടോളി, നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അയാൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ സ്മോൾ സ്കെയിൽ പ്രൊജക്ട്സ് നമുക്കും സമൂഹത്തിനും എങ്ങനെ ഉപകാരപ്പെടാം. അപ്പോൾ നമ്മുടെ ആ പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ, ഈ വരുമാനമില്ലാതെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് ഈ പ്രൊജക്ട്സ് എന്ത് ചെയ്യുക, നൽകുക. അപ്പോൾ അവർക്ക് ഈ മുട്ട മാർക്കറ്റ് ചെയ്യാൻ അവർക്ക് പ്രയാസം. അവിടെ മാർക്കറ്റ് ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അവരുടെ അടുത്ത് നിന്ന് ഈ മുട്ട എടുത്തിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ പല രൂപത്തിലുള്ള സ്കീംസും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് നമ്മൾ കൃത്യമായ സ്റ്റഡി ആവശ്യമാണ്.
ഇത് അന്നത്തെ കാലത്ത് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഭയങ്കര സ്കോപ്പുള്ളൊരു സംഗതിയായിരുന്നു. ഒരു മഹലിൽ, അവരെ പേര് ഞാൻ മറന്നുപോയി, പക്ഷെ അന്ന് ഈ യൂണിവേഴ്സിറ്റിയിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ ഇത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കൊണ്ടുപോവുകയും അവരുടെ മഹലിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുപോവുകയും ചെയ്തു. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഉപകരിക്കുകയും ചെയ്യും, ഈ സംഗതി വിജയിക്കുകയും ചെയ്യും. ഇനി അഥവാ വിജയിച്ചില്ലെങ്കിലും വലിയ പ്രശ്നം അവർക്കില്ല, അവർക്കൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഇനി അടുത്തതാണ് ഗോൾഡ്, സ്വർണം. അത് ഇന്ന് വാങ്ങി നാളെ വെക്കുന്നില്ല. നിങ്ങൾ കുറച്ച് കാലത്തേക്ക് നിങ്ങളെ പൈസ സേവ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഗോൾഡിൽ സേവ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു മാസത്തിൽ ഏകദേശം അറൗണ്ട് 6% അടുത്ത് ഗ്രോത്ത്. അത് നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഏകദേശം അത് ഒരു മാസത്തിലോ അല്ലെങ്കിൽ ഇതിലുള്ള അതിൻ്റെ ഗോൾഡ് പിന്നെ അതിൻ്റെ ഗ്രോത്ത് ചാർട്ട് കിട്ടും. നമുക്ക് നെറ്റിൽ അടിച്ചു നോക്കിയാൽ മതി, ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. ആ ഗ്രോത്ത് ചാർട്ട് നോക്കാം. അത് പ്രകാരം അതിന് ഈ ഗോൾഡിൻ്റെ ഇതിലുണ്ടാകുന്ന വർധനവ്. അപ്പം ലോങ് ടേം ആണ്. ഷോർട്ട് ടൈം ആയിട്ടാണെങ്കിൽ ചിലപ്പം നഷ്ടത്തിനും ലാഭത്തിനൊക്കെ എന്തുണ്ട് സാധ്യതകൾ, വില അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സാധനം. പക്ഷെ ലോങ് ടേം ആയിട്ട് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, സ്വർണത്തിൻ്റെ വില കൂട്ടിയിട്ടില്ല. കാരണം പടച്ച റബ്ബ് മനുഷ്യർക്ക് നൽകിയ ഒന്ന് വെള്ളി, മറ്റൊന്ന് സ്വർണം. ഇത് രണ്ട് ഹുലിഖത്ത അത്മാൻ എന്നാണ്. അതായത് വില നിർണ്ണയിക്കാനുള്ള ഉപാധിയായി പടച്ച റബ്ബ് സൃഷ്ടിച്ചത് എന്നതുപോലെ നമുക്ക് അനുഭവപ്പെടുന്നൊരു സംഗതിയാണ്. കാരണം എക്കാലം മുതൽക്കാണോ ആ കാലം മുതൽക്ക് ഈ രണ്ട് മെറ്റീരിയലിന് എന്തുണ്ട്, ആൾക്കാർക്ക് മൂല്യമുള്ള സംഗതിയാണ്. അപ്പോൾ അത് വില അങ്ങോട്ടും ഇങ്ങോട്ട് പോകും. പക്ഷെ അതിൽ ഗോൾഡ് നിങ്ങൾക്ക് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഗോൾഡായിട്ട് നമുക്ക് ഇത് ചെയ്യാം. പിന്നെയുള്ളത് മ്യൂച്വൽ ഫണ്ട്സാണ്. ഈ മ്യൂച്വൽ ഫണ്ട്സിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കും മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ബാങ്കുകളൊക്കെ നിരന്തരം നമ്മളെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്, മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടൂടെ, പ്യുവർ ഫണ്ടാണ് അല്ലെങ്കിൽ ശരിയ കോംപ്ലിയൻറ്റ് ഫണ്ടാണ്, അപ്പോൾ അതിലിട്ടൂടെ. ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ അധികം നമ്മളെ നാട്ടിൽ സ്ക്രീൻ ചെയ്യുന്ന അധികം ആൾക്കാർ പറയും നമ്മൾ അവരുടെ പിന്നെ കാറ്റഗറി വൈസ് അത് ഇസ്ലാമികാണോ നോക്കുക. അതായത് ഫിലിം ഇൻഡസ്ട്രി എടുക്കൂല, പലിശ ഇൻഡസ്ട്രി എടുക്കൂല, ബാങ്കിങ് ഇൻഡസ്ട്രി എടുക്കൂല, അതേപോലെ തന്നെ ഗാംബ്ലിംഗ് ഇൻഡസ്ട്രി എടുക്കൂല. അതൊക്കെ നമ്മൾ ഒഴിവാക്കുന്ന അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഓപ്പറേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചില കൺഫ്യൂഷൻസ് അതിലുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% വരെ ഇൻട്രസ്റ്റ് ഓറിയൻറ്റഡ് ആയ ഡെറ്റ്, കടബാധ്യതകൾ ഈ കമ്പനികൾക്ക് ഉണ്ടാകുന്നതിന് പ്രശ്നമില്ല ചില സ്ക്രീനിങ്ങുകൾ പറയുന്നുണ്ട്. അതിനൊരു ജസ്റ്റിഫിക്കേഷൻ, അതായത് അതിനെ നീതീകരിക്കുന്ന ഒരു കാരണം നമുക്ക് ശരഴിയായിട്ട് കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സാധ്യമാണെങ്കിൽ ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനീസ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുക, അതായത് ബാങ്കിൽ വെറുതെ ഒന്നും ചെയ്യാതെ ബാങ്കിൽ ഇങ്ങനെ പൈസ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിനേക്കാൾ ബെറ്ററാണ് ഇത്തരം കുറച്ചെങ്കിലും ഇസ്ലാമികമായ നിയമങ്ങൾ പാലിക്കുന്ന മ്യൂച്വൽ ഫണ്ട്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വേറൊരു മാർഗമില്ലാത്ത ആൾ, കാരണം ഇത് ഫുള്ളും പലിശക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും ബെറ്ററാണ്. അതായിരിക്കാം ഒരു പക്ഷേ അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാഹു ആലം, എനിക്ക് അറിയില്ല. അപ്പം ആ വരുമാനം കിട്ടുകയാണെങ്കിൽ തന്നെ അതിന് ഇത്തരത്തിൽ ഇൻട്രസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡെറ്റ്സോ കാര്യങ്ങളോ ഉള്ള കമ്പനികളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മൾ കയ്യിൽ നിന്ന് തഖല്ലുസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള നിങ്ങൾ സ്വന്തമായിട്ട് നമുക്ക് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സംരംഭങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കണം. ഇൻഷാ അല്ലാഹ് പടച്ച തൗഫീഖ് ചെയ്താൽ നിങ്ങൾക്ക് വലിയ രൂപത്തിൽ അതിനെ വളർത്താൻ സാധിക്കും. പിന്നെ ഇൻഷുറൻസായിട്ട് ബന്ധപ്പെട്ട ഇതെന്താ അറിയോ, ഇൻഷുറൻസ് എന്നുള്ളത് നമ്മളൊരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിലും ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ടൂളാണ്. അപ്പോൾ അതിൽ നമുക്ക് ഗവൺമെൻറ്റുകൾ നടപ്പാക്കുന്ന, നേരിട്ട് ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്ന ഇൻഷുറൻസ് ആണെങ്കിൽ നമുക്ക് എന്താണ് അനുവദനീയമാണ്. വ്യക്തമായി പലിശ ഓഫർ ചെയ്യുന്നതല്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഇത്ര അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇത്ര പൈസ തന്നിരിക്കും എന്ന് ഉറപ്പ് പറയുന്നത്, അതിനാണ് ഇൻട്രസ്റ്റ് മുൻകൂട്ടി ഓഫർ ചെയ്യുന്നത്. നേരെ പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അർത്ഥത്തിലുള്ള, ഇപ്പോൾ ഫയർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഷുറൻസ് അല്ലെങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതാണെങ്കിൽ അതൊരു പബ്ലിക് ഫണ്ടാണ്. ഗവൺമെൻറ്റിൻ്റെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അതിന് കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, മറിച്ച് അവരുദ്ദേശിക്കുന്നത് എന്താണ്, ആളുകളുടെ ക്ഷേമമാണ്. അതിൽപ്പെട്ടതാണ് പെൻഷൻ സ്കീമൊക്കെ. ഏത് ഇപ്പോൾ പ്രവാസി പെൻഷൻ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്.
അതിൽ പെൻഷൻ 2 രൂപ ഉണ്ട്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറിയും മറ്റൊന്ന് കോൺട്രിബ്യൂട്ടറിയും. സ്റ്റാറ്റ്യൂട്ടറി ആണെങ്കിൽ കംപ്ലീറ്റ്ലി ആര് തരുന്ന? ഗവൺമെൻറ് തരുന്ന. പക്ഷെ ഇന്ന് അതൊക്കെ പല സ്ഥലത്തും എടുത്തൊഴിവായി. ഇന്ന് കോൺട്രിബ്യൂട്ടറി പെൻഷനാണ്. കോൺട്രിബ്യൂട്ടറി പെൻഷനിൽ നമ്മളുടെ സാലറിയിൽ നിന്നൊരു നിശ്ചിത വീതം ആർക്ക് കൊടുക്കണം? ഗവൺമെൻറ് കൊടുക്കണം. ഇതൊക്കെ നമുക്ക് അനുവദനീയമായ കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള പെൻഷൻ സ്കീംസ് നമുക്ക് അനുവദനീയമായ കാര്യങ്ങളാണ്. ഇൻഷുറൻസ് ആകുമ്പോൾ നമ്മൾ അതിൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ തക്കാഫുൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഷുറൻസ്, അതിന് സംവിധാനങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, നമുക്കിടയിൽ ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഇപ്പം എല്ലാവർക്കും വലിയ സംഖ്യ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഒരു ടീമായിട്ട് മാസം ഒരു നിശ്ചിത സംഖ്യ എല്ലാവരും ഒരു ഫണ്ടിലേക്ക് അവരെന്ത് ചെയ്യുന്നു, അവർ സേവ് ചെയ്യുന്നു. അതിൽ നിന്ന് അവർ നല്ല രൂപത്തിലുള്ള കച്ചവടങ്ങളിലും മറ്റും എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ട് പഠിച്ച ശേഷം അവരത് ചെയ്യുന്നു എന്നുള്ള രൂപത്തിലേക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, തിങ്ക് ചെയ്യാം. അതൊക്കെ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്, നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു 20 ദിനാർ നമ്മൾ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഒരു 20 ദിനാർ കളക്ട് ചെയ്യാൻ വിചാരിക്കുക, ഒരു കളക്ട് ചെയ്യും. പക്ഷെ അതൊക്കെ വളരെ എന്താ പറയുക, ശക്തമായ അമാനത്തോടു കൂടി എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്യണം. അത് ആദ്യം നമ്മൾ വളരെ അമാനത്തോടു കൂടി കൈകാര്യം ചെയ്യണം. ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഒരു 20 ദിനാർ, 10 പേരുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും? 200 ഉണ്ടാവും. 100 പേരുണ്ടെങ്കിൽ 2000 ദിനാർ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ 10 പേര് ഉണ്ടെങ്കിൽ 200 ദിനാർ ഉണ്ടാവും. അത് 10 മാസം ആകുമ്പോൾ എത്ര ഉണ്ടാവും? 2000 ദിനാർ. ഒരു സേവിങ്സ് എന്നുള്ള അർത്ഥത്തിൽ അവരത് സേവ് ചെയ്യുന്നു. അതിൻ്റെ ലക്ഷ്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യാം, നിശ്ചയിക്കാം. അല്ലെങ്കിൽ ഈ ഫണ്ടിൻ്റെ ഉപയോഗങ്ങൾ അത് ഏതൊക്കെ അർത്ഥത്തിൽ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് 100% കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. അതിൻ്റെ ഒരു പ്രൊപ്പോർഷനേറ്റ്ലി ഒരു ഇത്ര ശതമാനം മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ളത് അവിടെ ആ ഫണ്ടിൽ കീപ്പ് ചെയ്യണം. അപ്പോഴേ മൊത്തത്തിൽ ഇത് പോകാതിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഇല്ലെങ്കിൽ മൊത്തത്തിൽ ഈ നഷ്ടം വന്നു കഴിഞ്ഞാൽ മൊത്തം ക്യാഷ് പോകാനുള്ള രൂപത്തിലുള്ള ഇടയുണ്ട്. അപ്പം ഇത്തരത്തിലൊക്കെ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ കുടുംബത്തിൽ മറ്റൊക്കെ പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കച്ചവടം. ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. സത്യസന്ധമായി സുതാര്യമായാണ് ഒരാൾ കച്ചവടം ചെയ്യുന്നത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതാണ് അയ്യുൽ കസ്ബി അത്വയ്യിബ്, ഏറ്റവും നല്ല സമ്പാദ്യം ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന് കുല്ലു അമലു റജുലി ബിയദി, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഭക്ഷിക്കുന്നത്, അധ്വാനമുള്ള അല്ലെങ്കിൽ സ്വന്തമായി അധ്വാനിച്ച് ഭക്ഷിക്കുന്നത്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകുല്ലു ബൈഇൻ മബ്റൂർ, പുണ്യകരമായ എല്ലാ കച്ചവടവും, അതായത് ഹറാമുകൾ കടന്നു വരാത്ത, അതേപോലെ തന്നെ ചതിയോ വഞ്ചനയോ ഇല്ലാത്ത നല്ല കച്ചവടം. ഇതിൽ ജസ്റ്റ് സഹാബാക്കളുടെ വിജയത്തിൻ്റെ പ്രിൻസിപ്പിൾ ഒന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫിൽ നിന്ന് അത് വന്നിട്ടുണ്ട്, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ള എൻ്റെ ഓർമ്മ. ഏതായാലും അദ്ദേഹം പറഞ്ഞത് ലൻ അഷ്തരി മഈബൻ, ഒന്ന് ഏതൊരു കാര്യം നമ്മൾ കച്ചവടം ചെയ്യണം മറ്റുള്ളതാണെങ്കിലും അതിൽ ഐബുള്ള ന്യൂനതയുള്ളൊരു സാധനം ഞാൻ എന്ത് ചെയ്യാറില്ല, കച്ചവടത്തിന് തിരഞ്ഞെടുക്കാറില്ല. ആദ്യം നമ്മൾ ന്യൂനതയുള്ളൊരു സാധനം നമ്മളത് ആളുകൾക്ക് മാർക്കറ്റ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ ഒരു വളർച്ച ഉണ്ടായാലും പിന്നെ അതെന്ത് ചെയ്യും, തളരും. അപ്പോൾ ലൻ അഷ്തരി മഈബൻ, ആദ്യം തന്നെ അദ്ദേഹം ഒരു ഐബുള്ള ന്യൂനതയുള്ള സാധനം കൊണ്ടുവന്നിട്ട് കച്ചവടത്തിന് കൊണ്ടുവരാറില്ല. വലൻ അറുദ്ദ റിബ്ഹൻ, അതുപോലെ തന്നെ കച്ചവടത്തിൽ എനിക്ക് മാന്യമായൊരു ലാഭം ലഭിച്ചാൽ ഞാൻ അവിടെ കച്ചവടം ചെയ്യുന്നതിൽ നിന്ന് പുറകോട്ട് പോകാറില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ ലാഭം ആഗ്രഹിച്ച് അവസാനം വെച്ച് പിന്നെ ഉള്ളതും കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കാറില്ല. ഒരു മാന്യമായ ലാഭം ലഭിച്ചാൽ അദ്ദേഹം കച്ചവടം ചെയ്യും. മൂന്നാമത്തത് പിന്നെ വല്ലാഹു യുബാരികു ലിമൻ യശാ, തവക്കുലാണ്. ബർക്കത്ത് അത് പടച്ചോൻ തരുന്നതാണ്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ നമ്മൾ പ്രവർത്തിക്കാം. ഇതാണ് ഈ ഒരു അവസരത്തിൽ പറയാൻ. കുറച്ചുകൂടി സ്ലൈഡ്സിന് പക്ഷേ നമ്മുടെ സമയം അവസാനിച്ചതുകൊണ്ട് അപ്പോൾ നമ്മളതിൽ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക രംഗത്ത് ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ വബാറകല്ലാഹു ഫീക്കും വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്.